ഉൽപ്പത്തി പുസ്തകം 22 അതിൻ്റെ 1 മുതൽ 1 വായിക്കാം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്നരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ദൈവം ഏറ്റവും അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവമേ വായിച്ച തിരുവചനത്തിനായി സ്തോത്രം ചെയ്യും. ഈ വചനം സംസാരിക്കുവാൻ ഉള്ള കൃപയും ജ്ഞാനവും പരിജ്ഞാനവും ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താലടിനെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവെ തൻ്റെ മാനുഷ്യമായ ബുദ്ധിമണ്ഡലത്തിൽ നിന്നും ഒരു വാക്ക് പോലും വരാതെ ഏത് ആത്മാവിലാണ് എഴുതപ്പെടാതെ ആത്മാവിൽ നിന്ന് സംസാരിക്കുവാനുള്ള കൃപയും അഭിഷേകവും തൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെയും ഞാൻ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തു നാമത്തിൽ ശാസിക്കുന്നു, ഭർഷിച്ച് മാറ്റുന്നു. ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയുള്ള സകലവർക്കും ഈ വചനങ്ങളാൽ ദൈവസമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങളുടെ ആഴങ്ങൾ, ഈ വചനത്തിലെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെട്ട് വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ വെളിപ്പെടാത്ത സത്യം, അസത്യമായി മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ അവരുടെ മേൽ ഇടപെടുവാൻ ഇവർക്ക് ആവശ്യമായ ദൂതുകളും ദൈവമേ ആവശ്യമായ രീതിയിൽ വചനവും കൃപയും ഇന്ന് വന്നത് വെറുതെയായി പോകാതെ ആത്മാവിൽ നിറഞ്ഞു കടന്നു പോകുവാൻ പ്രാർത്ഥനയോടായിരിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. സകലവരെയും അനുഗ്രഹണം. ആരും അലസ്യമായിരിക്കരുത്. നിങ്ങളുടെ മനസ്സുകളെ ഏകീകരിക്കുക, നിങ്ങളുടെ ചിന്തകളെ ഏകീകരിക്കുക, ദൈവകൃപയിൽ ശരണപ്പെടുക. ഒറ്റ ചിന്ത മാത്രം, യേശു എന്നുള്ള ഒറ്റ ചിന്ത, അപ്പാ എന്നുള്ള ഒറ്റ ചിന്ത. നിങ്ങളെ രോഗങ്ങൾ മറക്കുക, നിങ്ങളെ പ്രയാസങ്ങൾ മറക്കുക, കടഭാരങ്ങൾ മറക്കുക, നിങ്ങളെ മക്കളെക്കുറിച്ച് മറക്കുക, വീടിനെക്കുറിച്ച് മറക്കുക, നിങ്ങളെ സകല തൊഴിൽമേഖലയെക്കുറിച്ച് മറക്കുക. എല്ലാം മറന്ന് നീ എല്ലാം മറന്ന് ദൈവസ്ഥൽ ഇരിക്കുമെങ്കിൽ സകലത്തിൻ്റെ മേൽ നിറയുന്ന ഒരു ദൈവ, സകലത്തിൻ്റെ മേൽ നിറയുന്ന ഒരു കർത്താവ് നിനക്ക് വേണ്ടി നിറച്ചു തരുവാൻ ആ ദൈവം ഇതിനകത്ത് വന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാണ്. ആത്മമണ്ഡലത്തിലുമേ ദൈവ സാന്നിധ്യം സകലരുടെ മേൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ആദ്യം മുതൽ അവസാനം വരെയും അങ്ങ് അധ്യക്ഷനായിരിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ നീ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളി. അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. എത്രാമത്തെ വയസ്സിലാണ് കുഞ്ഞിനെ കിട്ടിയത്? 100ാമത്തെ വയസ്സിൽ. ആമേ, അബ്രഹാം 100ാമത്തെ വയസ്സിൽ 100 വയസ്സ് തികഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ്. കുഞ്ഞിനെ കൊടുത്തിട്ട് ദൈവം വെറുതെ ഇരിക്കത്തില്ല. കുഞ്ഞിനെ കൊടുത്തിട്ട് വെറുതെ ഇരിക്കത്തില്ല. ആമേ, ഹല്ലേലൂയ. ദൈവം അടുത്ത് അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. 100 വയസ്സുവരെ വെയിറ്റ് ചെയ്ത അബ്രഹാമിന് കുഞ്ഞിനെ കിട്ടിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നു, നിന്റെ ഏക ജാതനായ ഇസാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെല്ലണം. എന്നാൽ കുഞ്ഞുങ്ങളെ കിട്ടാതിരുന്ന് കിട്ടി. വയസ്സായ സമയത്ത് വയസ്സ് ചെന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സമയത്താണ് ദൈവം മനസ്സലിഞ്ഞത്. ആ മനസ്സലിഞ്ഞ സമയത്ത് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ആ കുഞ്ഞിൻ്റെ പേരാണ് ഇസാക്ക്. ഇസാക്കിനെ കൊടുത്തപ്പോൾ ആമേൻ, ആ സമയത്ത് നിന്റെ മകനെ നീ സ്നേഹിക്കുന്നു, നിന്റെ ഏകജാതൻ ഇസാക്കിനെ. മകനെ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്ന ദൈവം, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നു. ദൈവ പൈതലെ, പ്രാർത്ഥനയോടെ ഇരി. ഇതിനകത്ത് പ്രാർത്ഥനയോടെ ഇരി. നിനക്ക് 1 ആയിരിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം, അല്പമായിരിക്കാം, 3 ആയിരിക്കാം, 5 ആയിരിക്കാം, 6 പേരുണ്ട്. പണ്ടുള്ള കാലങ്ങളിൽ എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ 8-9 ഉണ്ടായിരുന്നു. അതിനെ വെട്ടി ചുരുക്കി
ഞങ്ങൾ 3 പേരായി. അവസാനം എൻ്റെ ചേട്ടനൊക്കെ 2 ആക്കി. അപ്പം ഞങ്ങളിതായി 3-ൽ നിൽക്കുക അല്ലേ. എണ്ണങ്ങളൊക്കെ 1, 2 നിങ്ങൾക്ക് എണ്ണങ്ങളുണ്ട്, പല രീതിയിലാണ് അളവുകൾ. പക്ഷെ അബ്രഹാമിന് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏകജാതൻ ഒരു മകൻ ഇസാക്കാണ്. ആ മകനെ സ്നേഹിച്ചു. ഇവിടെ മകനെ സ്നേഹിച്ചു. ആ മകനെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അമിതമായ സ്നേഹം ആരിൽ വന്നു? ഇസാക്കിൻ്റെ മേൽ വന്നു. ദൈവത്തെ നീ സ്നേഹിക്കാതെ നിൻ്റെ മക്കളെ സ്നേഹിച്ചാൽ, നീ ദൈവത്തെ സ്നേഹിക്കാതെ നീ വേറെ എന്തെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പണി വരുന്നുണ്ട്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇത് നേരത്തെ ദിവാരം പ്രത്യേകിച്ച് പറഞ്ഞതാണ്. എനിക്ക് വായിച്ചു തരാൻ വേണ്ടി മുമ്പിൽ വന്നു കഴിഞ്ഞാൽ വായിച്ചു തന്നാൽ ഞാൻ അതനുസരിച്ച് പ്രസംഗിച്ചോളാം. ഹല്ലേലൂയ. അപ്പോൾ അധികമായി സ്നേഹിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അധികമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ തരുന്ന കുഞ്ഞിനെ നമ്മൾ ആരാലും സ്നേഹിക്കും അല്ലേ. ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കിട്ടുമ്പോൾ അമിതമായി എല്ലാത്തിനും അളവ് വെച്ചിട്ടുണ്ട്. മക്കളായാലും ഭാര്യയായാലും സഹോദരനായാലും സഹോദരിയായാലും എല്ലാത്തിനും ഒരു അളവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ അളവ് തെറ്റുമ്പോൾ ദൈവത്തിനെ സ്നേഹിക്കുന്ന സമയത്ത് പോലും ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ആരാധനയ്ക്ക് സമയത്ത് പോലും ആരാധിക്കാതെ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പള്ളി പോകാത്തത്? അയ്യോ, കുഞ്ഞ് ഇവിടെ ഉള്ളത് കൊണ്ട്, കുഞ്ഞ് ഉറങ്ങാത്തത് കൊണ്ടും കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ട് നടക്കുക. രാത്രി മുഴുവനും പ്രാർത്ഥന കുറയുന്നു. ഒരു ഭൗതികത്തിൽ വരുമ്പോൾ പ്രാർത്ഥന കുറയുന്നുണ്ട്. ഇത് ഭൗതികമാണ്. കുഞ്ഞെന്ന് പറയുന്നത് ഭൗതികമാണ്, ആത്മീയതയല്ല. അപ്പോൾ ദൈവം തരാതിരുന്ന് തന്നപ്പോൾ, കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞു തുടങ്ങി. ദൈവ പൈതലേ, ദൈവത്തിൻ്റെ സ്നേഹം എവിടെ കുറഞ്ഞു? ദൈവത്തിൻ്റെ സ്നേഹം കുറയുമ്പോൾ ദൈവത്തിന് നല്ലപോലെ അറിയാം. അല്പസ്നേഹം കുറഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞാൽ, നിങ്ങളെ കരമടി കുറഞ്ഞാൽ ദൈവം കാണും. ദൈവം നിശ്ചയമായിട്ടും കാണും. ഈ വചനത്തിൽ നിന്ന് വിളിച്ച് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കുറയുമ്പോൾ തന്നെ ഒരു പരീക്ഷ വരുന്നുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണം. നീ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കണം. അത് മറ്റൊരാളിന് കൊടുക്കരുത്. ദൈവം പറഞ്ഞു, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അതൊരു മക്കൾക്കോ, അത് മരുമകൾക്കോ, മറ്റൊരു വ്യക്തിക്കോ, സഹോദരനോ, നാട്ടുകാർക്ക് വിട്ടുകൊടുക്കത്തില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? ആരാധിക്കുവാനാണ്. ദൈവത്തെ സ്നേഹിക്കണം. നിന്റെ മക്കളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും, നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും, കാമുകിയെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും, ഈ ലോകത്തെ സ്നേഹിക്കുകയാണ്. ഈ ഭൗതികത്തിലെ വസ്തു വക ഒന്നും അതിനെക്കാട്ടി അപ്പുറമായി നീ ദൈവത്തെ സ്നേഹിക്കണം. കാര്യം എന്താണ്? ഇതെല്ലാം ദൈവം തന്നതാണ്. ഇന്ന് പലവരും വീട്ടിന് വേണ്ടി ഓടും. ഞായറാഴ്ച വരെ ആരാധന മുടക്കി ഒരു പിടി ആഹാരത്തിന് വേണ്ടി ഓടും, കല്യാണം ഉണ്ടെങ്കിൽ. ആമേ, ഹല്ലേലൂയ. പലതും ദൈവത്തെ നിസ്സാരമായി കാണും. നീ ദൈവത്തെ നിസ്സാരമായി കാണുമ്പോൾ, അല്പം ഒന്ന് കുറയുമ്പോൾ ദൈവം പ്രവൃത്തി തുടങ്ങും. ആമേ, ഹല്ലേ. അല്പം ഒന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു നന്മ കൊടുത്തു, ഒരു കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ ദൈവം കാണുന്നു, ചോദിക്കുന്നു, നീ നിന്റെ മകനെ സ്നേഹിക്കുന്നു. സാധാരണ സ്നേഹമല്ല. അപ്പൻ ഒരു മകനെ സ്നേഹിക്കുന്നത് സാധാരണ സ്നേഹമല്ല, അമിതമായ സ്നേഹം. അത് ഇരുന്നിരുന്ന് കുഞ്ഞ് കിട്ടിയ 100ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ വെറുതെ വിടുമോ? ആമേ, ഹല്ലേലൂയ. അവൻ അമിതമായ സ്നേഹം. അമിതമായാലും ആപത്താണ്. അമൃതായാലും കൂടുതലായാലും വിഷമാണ്. ഇന്ന് മനസ്സിലാക്കണം, മക്കളെയൊക്കെ കൂടുതൽ പ്രതീക്ഷ വയ്ക്കരുത്. സ്വന്തം മക്കളായാലും അടുത്തുള്ള മക്കളായാലും യാതൊരു മക്കളെ, മാക്സിമം സ്വന്തം മക്കളെ. മറ്റുള്ള മക്കളെ നമുക്ക് പ്രതീക്ഷ വയ്ക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. മറ്റുള്ള മക്കൾക്ക് വേണ്ടി ചിലപ്പോൾ സ്വന്തം മക്കളെ, മറ്റുള്ളവരുടെ മക്കളെ മോശമെന്ന് കരുതിയിട്ട് സ്വന്തം മക്കൾ പറയും, എൻ്റെ മക്കൾ ഭയങ്കര ബ്രില്യൻറ്റും ആത്മീയലാണ്, രാത്രി 12-1 മണിക്ക് അറിയാം ഏത് ഭാഗത്താണ് ഇരിക്കണേന്ന്. ഹല്ലേലൂയ. അമിതമായ എന്താണ് ആ ഒരു ഉറപ്പ് മക്കളോടുള്ളത്, നിങ്ങളത് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അവർ തന്നെയാണ് നിങ്ങളെ കരയിക്കും.
അമിതമായി മക്കളെ സ്നേഹിച്ച ആ മക്കൾ തന്നെ നിങ്ങളെ കരയിപ്പിക്കും. ദൈവമക്കൾ അങ്ങനെ തന്നെയാണ്. അനുഭവം കൊണ്ട് പറയുക, നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ അവർ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ കരയിപ്പിക്കും. നിങ്ങളെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്ന ആ വ്യക്തിയാണ് ഞാൻ വിളിച്ചു പറയും. നിങ്ങൾ ഏറ്റവും കൂടുതൽ മകൾ ആരെയാണോ സ്നേഹിക്കുന്നത്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വാരി കോരി ആമെ കൊടുത്ത് കുത്തി നിറച്ച് സകലതും കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിന്നെ കരയിക്കുന്നത്. അത് തന്നെയാണ് വചനം വിളിച്ച് പറയുന്നു, നീ അമിതമായി നിന്റെ മകനെ നീ സ്നേഹിക്കുന്നുണ്ട്, ആമെ അമിതമായി സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹം എവിടെയോ കുറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹം എവിടെയോ കുറയുന്നുണ്ട്, അല്പം എവിടെ കുറയുന്നുണ്ട്. എൻ്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല, എൻ്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവം പ്രതികരിക്കോ, ദൈവം പ്രതികരിക്കോ, ദൈവം പ്രതികരിക്കുന്ന ദൈവമാണ്. അതാ ദൈവം ചോദിച്ചത്, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇന്നും വചനം കേൾക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ ദൈവം അത് തന്നെ ചോദിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏതിനാണോ സ്ഥാനമാനം കൊടുക്കുന്നത് അത് തന്നെയാണ് ദൈവം ചോദിക്കും. ചിലർ ഞായറാഴ്ച വരെ കട തുറന്ന് അങ്ങ് ഭയങ്കര പ്രവർത്തനമാണ്, ബിസിനസ് ജുവലറി എല്ലാം പ്രവർത്തനമാണ്. അവസാനം നിന്റെ കട തന്നെ മൊത്തം ദൈവം ചോദിക്കും. മനസ്സിലാവും? ഫുള്ളായിട്ട് മൊത്തത്തിൽ അങ്ങ് എടുക്കും ദൈവം അതോറിറ്റിയായിട്ട്. കാര്യം എന്താണ്? ഒരു 10 ദിവസം ഒരു പണി തരും, നീ അവിടെ അവിടെ കിടക്ക്. അപ്പോൾ നമ്മൾ എല്ലാം മറന്ന് ഏത് ഭൗതികത്തിൽ എന്നുവെച്ചാൽ നന്മയിൽ സാമ്പത്തികത്തിലോ അമിതമായി കണ്ണുവെച്ച് അതിൻ്റെ മേൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് അതിൻ്റെ മേൽ പരാജയം വരും. ദൈവമക്കളെ, എവിടെയാണോ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിനെ വിട്ട് പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കണം. സമയം കൃത്യമായിട്ടുണ്ട്. രാവിലെ പ്രാർത്ഥന വേണം, നിങ്ങൾക്ക് വൈകുന്നേരം പ്രാർത്ഥന വേണം, രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥന വേണം. ദൈവം എപ്പോഴും തൻ്റെ മക്കൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ല തിന്നും കുടിച്ചും ആമേ 4 നേരം ഇഷ്ടാംഗം വിഴുങ്ങി ആമേ മക്കളെ നോക്കി കുടുംബം നോക്കി കല്യാണം കഴിച്ച് ജീവിക്കാനല്ല. അത് ഇവിടുത്തെ ഭൗതികമായ കാര്യം. ഹല്ലേലൂയ. അതൊക്കെ ഭൗതികത്തിൽ നടക്കുന്നു. ഇത് വേണ്ടെന്നല്ല, ഇത് വേണം. പക്ഷെ അതിനെക്കാട്ടിൽ നമ്മൾ പ്രാധാന്യം എന്ത് കൊടുക്കണം? ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത്. ഇപ്പം നമ്മളെ വീട്ടിലൊരു വിശേഷം നടക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, പിറ്റേന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഉപവസിച്ചോളണം, ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ പൂർണ്ണമായിട്ട് ഉപവാസമാണ്. കാരണം നമ്മുടെ അളവ് കുറയുമ്പോൾ ദൈവം പ്രതികരിക്കും. പ്രാർത്ഥന, സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഏത് രീതിയിലാണ് പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്കോ എനിക്കോ അറിയത്തില്ല. പക്ഷെ ദൈവം പ്രതികരിക്കും. കാര്യം എന്താണ്? ഇവിടെ ദൈവം പ്രതികരിച്ചു തുടങ്ങി. നിന്റെ മകനെ ഇസ്ഹാക്കിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് താലോലിച്ച് ഈ നല്ല പശുവില്ലേ, പശു പ്രസവിക്കുമ്പോൾ കന്നുകുട്ടി ഉണ്ടല്ലോ നക്കി തുടച്ച് വയ്ക്കുന്നത്, സൂക്ഷിക്കുക. നക്കി തുടച്ച് വയ്ക്കുമ്പോൾ അമിതമായ സ്നേഹം, അതിൻ്റെ മേൽ വരുന്ന ആ സ്നേഹത്തെ ഞാൻ അങ്ങനെ ചെയ്യല്ലെന്നല്ല പറയുന്നത്, അതിനൊക്കെ ഒരു അളവ് വെച്ചോളണമെന്നേ. ചെയ്യല്ലെന്ന് ഞാൻ പറയത്തില്ല, നീ താലോലിച്ചോ. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് കോട്ടം വരരുത്. നീ ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ എന്നുവെച്ചാൽ മക്കളെക്കാട്ടിലും വചനം പറയുന്നത്, നീ മക്കളെക്കാട്ടിലും ഭർത്താവിനെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കേണ്ട ആരെയാണ്? നിന്റെ ദൈവത്തെയാണ്. നീ ദൈവത്തെയാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, നമ്മൾ വീഴും. പ്രയാസം വന്നാൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അമിതമായുള്ള സ്നേഹം ആപത്താണെന്ന് വിളിച്ചു പറയുമ്പോൾ അതിനെ കുറയ്ക്കണം. ആ സ്നേഹത്തെ കുറച്ചുകൊണ്ട് ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവിൽ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദൈവ പ്രവൃത്തി നിന്റെ മേൽ സംഭവിക്കും. നിന്റെ നന്മ ചോദിക്കത്തില്ല. നീ അമിതമായി സ്നേഹിച്ചാൽ ആ നന്മ ദൈവം ചോദിക്കും. നീ അമിതമായി ദൈവത്തെ വിട്ട് ദൈവത്തിൻ്റെ സ്നേഹം അല്പം കുറഞ്ഞ് നീ മറ്റൊരു കാര്യത്തിലാണ് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ദൈവം ചോദിക്കും. കാര്യം എന്താണോ? ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിന്റെ മകനെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഈ മകനെ തന്നെയാണ് നീ കൊണ്ടുവാ, വേറെ ഒന്നിനൊന്നുമല്ല. സ്വന്തം മകനെ സ്വന്തം അപ്പ എന്ത് ചെയ്യണം?
ബലി കൊടുക്കണം. ബലി കൊടുക്കണം. ഒരപ്പന് കഴിയുമോ? ഒരമ്മയ്ക്ക് കഴിയുമോ? സ്വന്തം അപ്പന് കഴിയത്തില്ല, സ്വന്തം അമ്മയ്ക്ക് ഈ ഭൗതികത്തിൽ കഴിയത്തില്ല. പക്ഷെ ആത്മീയയിൽ അബ്രഹാമിന് കഴിയും. ഹല്ലേലൂയാ. ഭൗതികത്തിൽ ആർക്കും നിനക്കോ എനിക്കോ കഴിയത്തില്ല, പക്ഷെ അബ്രഹാമിന് കഴിഞ്ഞു. കാര്യം എന്താണ്? അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നു. അല്പം ഒരു സ്നേഹം കുറഞ്ഞപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നില്ല, അല്ല സ്നേഹിക്കുന്ന കൂടുതൽ സ്നേഹിക്കുന്നില്ല. ദൈവം പറയുന്നത്, നീ സ്നേഹിച്ചോ? മകന് മകൻ്റെ സ്ഥാനേ കൊടുക്കാവൂ, മോക്ക് മോളെ സ്ഥാനേ കൊടുക്കാവൂ, മരുമോക്ക് മരുമകളെ സ്ഥാനം തന്നെയാണ്. ചിലർ പറയും, അയ്യോ മരുമോളാണ്, മോളാണ്, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം. എല്ലാം ഏച്ച് വെച്ചാൽ മുഴച്ചൊക്കെ ഇരിക്കുള്ളൂ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ തട്ടി നൂത്തെടുത്താൽ ചിലപ്പോൾ ശരിയാവും, പാത്രം നൂത്തെടുത്ത പോലെ. അത് കയ്യിൽ എണ്ണാവുന്ന 1 2 ഒക്കെ കാണുള്ളൂ. അന്നും പറയാൻ പറ്റത്തില്ല. എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും, ഞാനൊരു ഫാമിലിയുടെ ഒരു കഴിഞ്ഞ ആഴ്ച ഡീൽ ചെയ്യാൻ പോയി. ഭയങ്കര സ്നേഹം, സ്വന്തം മോളെക്കാട്ടിലും മരുമോൾ ഭയങ്കര സ്നേഹം. സ്നേഹം എന്ന് അമ്മാവിയുടെ ജീവനാണ്. അമ്മാവിയെ വിഴുങ്ങും, അങ്ങോട്ട് ഇങ്ങോട്ട് വിഴുങ്ങി കക്കി വയ്ക്കുന്ന അനുഭവമാണ്. പ്രശ്നം വന്നപ്പോൾ അമ്മാവി കരഞ്ഞിട്ട് പോലെ അനങ്ങണില്ല. ഒരു ബുദ്ധിമുട്ട് പ്രയാസം വന്നപ്പോൾ ഏറ്റവും കൂടെ പറഞ്ഞു, അയ്യോ ഇവള് ഇത്രയും ക്രൂരത്തിയാണോ? ഹല്ലേലൂയ. മനസ്സലിവില്ലെന്നേ, മാനസാന്തരമില്ല. അപ്പോൾ നമ്മുടെ അമിതമായ സ്നേഹം ആരിൽ കൊടുക്കുമോ അവിടെ നമുക്കൊരു പരാജയം വരും. എല്ലാവർക്കും അതിൻ്റെതായ സ്ഥാനം കൊടുത്ത് അതിനെക്കാട്ടി ഉപരിയായിട്ട് സ്നേഹത്തിൻ്റെ സകലത്തിൻ്റെ ഉന്നതനായ ദൈവത്തെ നമ്മൾ സ്നേഹിച്ചാൽ കരയേണ്ടി വരത്തില്ല, നീ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെയും യൂട്യൂബിലെ ദൈവമക്കളെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഇന്നു മുതൽ നീ സകലത്തിൻ്റെ ഭൗതികത്തിൽ അല്പം ഒന്ന് കുറച്ച് അധികത്തിൽ നീ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയ, നിന്റെ സൃഷ്ടാവിനെ നീ സ്നേഹിക്കാൻ തുടങ്ങിയ, നിന്റെ കുടുംബം തന്നത് ആരാണ്? ദൈവമാണ്. മക്കൾ തന്ന ആരാണ്? ദൈവമാണ്. നമ്മ കുടുംബം തന്ന ആരാണ്? ദൈവമാണ്. ഇനി കുടുംബം തന്ന ആരാണ്? ദൈവമാണ്. ഇതുവരെയും ദൈവം എത്തിച്ചത് ആരാ? ദൈവമാണ്. നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്നും കയറ്റി വിട്ടത് ആരാ? ദൈവമാണ്. ആ ദൈവത്തെ മറക്കരുത്. വന്ന വഴികൾ വല്ലപ്പോഴും ബാക്കിലോട്ട് ചിന്തിക്കണം. ഇന്നെല്ലാം സമർത്ഥമായി കറങ്ങുന്ന മേശയുടെ ചുറ്റിയിരിക്കുക പറയണം, ഇതൊന്നും ഇല്ലാതെ തറയിലിരുന്ന് ഞം കഴിച്ച സമയം ഉണ്ടായിരുന്നു, മറക്കരുത്. ഹല്ലേലൂയ. വല്ലപ്പോഴേക്കൊക്കെ എന്താണ്? ബാക്കിലോട്ട് ചിന്തിക്കണം. അല്ലെങ്കിൽ എന്തോന്ന് കയറും? എന്താണ് വന്ന് കയറുന്നത്? അഹങ്കാരം. ആ കാരം വന്ന വിഷമാണ്. മനസ്സിലായി? എല്ലാ പല കാരങ്ങളും ഉണ്ട്. പക്ഷെ ഈ അഹങ്കാരം എന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ പണി കിട്ടും, ഉറപ്പായിട്ട് പണി കിട്ടും. അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴേക്കെങ്കിലും മെഡിക്കൽ കോളേജ് ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഒന്നും കൊണ്ട് പേടിക്കണ്ട. കയറ്റി വിടുമെന്ന് കേട്ട് കഴിഞ്ഞാൽ കാഷ്യയിലൂടെ കയറി എങ്ങനെയെങ്കിലും ആരെങ്കിലും കാല് പിടിച്ച് ആ 1ാം വാർഡ് 2ാം വാർഡ്, എന്നിട്ട് അവസാനം എന്താണ് ആ സൂപ്പർവൈസർ ഇപ്പുറത്ത് നിന്നിരിക്കണം. ഓരോ ബോഡികളും 10 മിനിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഴ്ചകളും താഴ്ചകളും കാണുമ്പോൾ ദൈവമക്കൾ അവിടെ നിന്നുകൊണ്ട് മാനസാന്തരപ്പെടാത്ത വ്യക്തി പറയും, അയ്യോ. വിളിക്കാത്തവനും വിളിക്കും. എത്ര പേര് പാപത്തിൽ നിലവിളിക്കുന്ന അവസ്ഥയിൽ അങ്ങോട്ടൊന്ന് പോയി കാണണം. വല്ലപ്പോഴേക്കും മാസത്തിലോ അല്ലെ 6 മാസത്തിലൊരിക്കൽ വല്ലപ്പോഴേക്കൊക്കെ നമ്മൾ ആരാണെന്ന് കാണണമെങ്കിൽ അവിടെ ഒന്ന് പോകണം. നീയും ഞാനും ആരാണെന്ന് അറിയണമെങ്കിൽ ആ മെഡിക്കൽ കോളേജ് ഒന്ന് ഇറങ്ങി കയറി ഒന്ന് 5 മിനിറ്റ് ഇരുന്നാൽ മതി. അവിടെ നിന്നിരിക്കുന്ന അനുഭവങ്ങൾ കാണാൻ പറ്റും. അല്ല, നിങ്ങൾ പോകണമെന്നേ. എത്ര ദൂരമുള്ളവരായാലും നിങ്ങൾ ആശുപത്രിയിൽ ഒന്ന് സന്ദർശിക്കണം. അനുഭവത്തിൽ പോകുമ്പോൾ പരസ്പരം നമുക്കെതിരായിട്ട് ആര് വന്നാലും നമ്മൾ പ്രതികരിക്കില്ല. കാര്യം എന്താണ്? നമ്മൾ പ്രതികരിക്കേണ്ട ആൾ പ്രതികരിക്കുക. നീ താഴ്ന്നിരിക്കുക. പ്രതികരിക്കേണ്ട വ്യക്തിക്ക് എൻ്റെ അപ്പൻ നീ സമയം കൊടുക്കുമെങ്കിൽ ദൈവം പ്രതികരിക്കും. കാര്യം എന്താണ്? ആമേ ഹല്ലേലൂയ. വിധി പ്രശ്നങ്ങൾ കണ്ട് വേദനയുടെ നടുവിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ, അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇന്ന് തിരിച്ച് നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ മകനെ ദൈവം ചോദിക്കുക, അബ്രഹാമെ എന്ന് വിളിച്ചിട്ട്, ഞാനിതാ എന്ന് പറഞ്ഞിട്ട്, അപ്പോഴവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ചെന്ന് മോറിയ ദേശത്ത് ചെല്ലണം. എവിടെയോ? മോറിയ ദേശത്ത് പോകണം.
നിന്റെ മകനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, നിന്റെ മകൻ്റെ കൈ പിടിച്ചോ, നേരെ മോറിയ ദേശത്തേക്ക് വിട്ടോ. വേറെ ഒന്നിനൊന്നുമല്ല, അവിടെ ഒരു പണിയുണ്ട്. ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കണമെന്ന് അരുളി ചെയ്തു. ദൈവം കൽപ്പിക്കുന്ന മോറിദേശത്തെ മലയിൽ ചെന്ന് മകനെ ഹോമയാഗം എന്ന് പറയുമ്പോൾ എന്താണ്? വിറകൊക്കെ അടുക്കി മകനെ അതിനകത്ത് കിടത്തി സ്വന്തം അപ്പൻ മകനെ കത്തികൊണ്ട് വെട്ടണം. അമിതമായി സ്നേഹിച്ചാൽ താലോലിച്ച കൈ കൊണ്ട് തന്നെ സ്വന്തം മകനെ കൊല്ലുക. ഇതാർക്ക് സഹിക്കും? നീ താലോലിച്ച കൈ കൊണ്ട് തന്നെയാണ് ദൈവം പറയുക. ഇങ്ങോട്ടിരിക്കണേ, വേറെ ഒന്നും തിരിഞ്ഞു നോക്കരുതേ. ശ്രദ്ധയോടെ ഇരിക്കണം, എരിവോടെ ഇരിക്കണം, ദൈവസന്നിധിയിൽ ആത്മഭാരത്തോടെ ഇരിക്കണം. എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ ദൈവം അങ്ങോട്ട് പിടിച്ചു തരും. അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ട് വെച്ച് തരും, സൈഡ് തിരിഞ്ഞാൽ സൈഡിൽ വെച്ച് തരും. ദൈവം സകലത്തിൻ്റെ മേൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിന് തലമുറ കൊടുത്തിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഴ്ച വന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞു. തലമുറ കിട്ടിയപ്പോൾ അതുവരെ പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും എല്ലാം ഉണ്ട്. ഇവിടെ തലമുറ കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അല്പം കുറഞ്ഞു. അനുഗ്രഹം കിട്ടുമ്പോൾ ദൈവത്തിന് ആരാധന കുറയരുത്. ഒരു നന്മ കിട്ടുമ്പോൾ പ്രാർത്ഥന കുറയരുത്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ഉപവാസം കുറയരുത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അനുഗ്രഹം നമുക്ക് അനുഗ്രഹം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവർ കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് തന്നെ പ്രാർത്ഥന പോകണം. കാര്യം എന്താണ്? അല്ലെങ്കിൽ നീ ഞാനും പരീക്ഷയ്ക്ക് കയറേണ്ടി വരും. ഒരു പരീക്ഷയ്ക്ക് കയറേണ്ടി വരില്ല, കയറ്റി വിടേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ മകനെയും കൂട്ടി നീ നേരെ മോറിയ മലയ്ക്ക് വിട്ടോ. ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് അവനെ ഹോമയാഗം കഴിപ്പിക്കണം. വായിച്ചോ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. അബ്രഹാം, ഇത് തലേ ദിവസമാണ് പറഞ്ഞത് ദൈവം. അബ്രഹാം, 3-ാമത്തെ വാക്യം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ചുമ്മാ പോയാൽ പറ്റൂല, വിറക് കൊണ്ടുപോകണം. അവിടെ നമുക്ക് വിറവ് സംഘടിപ്പിച്ചില്ല, നടന്ന് ചുമ്മാ പോയാൽ പോരാ. വിറവെല്ലാം അതിരാവിലെ വിറവ് ശരിയാക്കി. പണ്ട് കാലങ്ങളിൽ അറിയാം, കോടാലി കൊണ്ടുവന്ന് വിറക് വെട്ടി കീറണം. ഹല്ലേലൂയ. അത് കീറി ഹോമയാഗത്തിനുള്ള റെഡിയായി. അത് രാവിലെ കഴുതയ്ക്ക് കോപ്പിട്ടു, രണ്ടുപേരെയും കൂട്ടി അത് രാവിലെ ഒരുങ്ങിയാണ്. അവർ ഒരുങ്ങി റെഡിയായി. ഹോമയാഗത്തിൽ വിറകും കീറി എടുത്തു കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോകണം. ഇതെന്ത് മനസ്സിലായി? ദൈവം നിങ്ങളോട് കൽപ്പിക്കുകയാണ്, മുറിഞ്ഞപാലത്ത് വരാൻ കൽപ്പിച്ച മുറിഞ്ഞപാലത്ത് തന്നെ പോകണം. അല്ല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കൊണ്ട് അടുത്തൊരു ബസ് വരെയാണ്, അങ്ങോട്ട് അടൂർ പോകാന്ന് പറയാൻ നടക്കില്ല. കൊട്ടാരക്കര നിന്നിട്ട് അടൂരല്ല പറഞ്ഞേക്കണത്, രാത്രിയിൽ വന്നത് മുറിഞ്ഞപാലത്തല്ലേ. ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്ത് പോകണം. ദൈവ മക്കളെ, നിങ്ങളെ ദൈവം കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ കൽപ്പിച്ച് വെക്കുന്നവരെ പിടിക്കാൻ വേണ്ടി കൊറോണ എളുപ്പമുണ്ട്, ചാക്കും കൊണ്ട്. ആ ചാക്കിനകത്ത് ഈ ചാക്ക് കയറില്ലെന്ന് പറയണം. ആ ചാക്കിനകത്ത് ഈ സാധനം ഇറങ്ങൂല എന്ന് പറയണം. ദൈവം കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. പറയുന്ന സ്ഥലത്ത് നീ പോണം. ഒരു സ്ഥലം നിങ്ങൾ കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ഈ ദേശത്ത് വന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, എന്നെ അറിയാന്നുള്ളവർ അറിയാം. ഈ മുറിഞ്ഞപാലം ദേശത്ത് ദൈവം അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അപ്പോൾ മുറിഞ്ഞപാലം എൻ്റെ കുത്തക അല്ല. ആണോ? നിങ്ങളുടെ കുത്തകാണോ? അല്ല, ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങളെ കയറ്റിക്കൊണ്ട് വന്ന ദൈവമാണ്. കയറ്റിക്കൊണ്ട് വന്നിടത്തൊരു ഹോമയാഗമുണ്ട്. ദൈവം കൽപ്പിക്കുന്ന സ്ഥലത്ത് മാത്രമേ പോകാവൂ. കൽപ്പിക്കാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലർ ചോദിക്കും, ദൈവം പറയാത്ത സ്ഥലത്ത് പോയി എന്ത് കിട്ടും? കിട്ടുന്ന വേറെ കുഴപ്പമൊന്നുമില്ല. വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ അടി കൊണ്ടുവയ്ക്കും, മീൻ കൊണ്ടുവയ്ക്കും, മീനിൻ്റെ അടി കൊണ്ടുവയ്ക്കും, ഒരു പണി കൊടുക്കും, അവസാനം ദൈവം പറഞ്ഞെടുത്തുകൊണ്ടിടും. അനുസരിക്കുന്നവനെ അനുസരണമില്ലാത്തവരെ നമ്മൾ പഠിച്ചു.
ദൈവം പറയുന്നിടത്ത് മാത്രമേ പോകാവൂ. നമ്മളെ ഇഷ്ടത്തിന് പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിൽ ആരാധനയും നമ്മളെ ഇഷ്ടത്തിലെ സ്തുതിയും സ്തോത്രവും എന്നല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. എങ്ങനെ ആരാധിക്കണം, എങ്ങനെ സ്തുതിക്കണം, എങ്ങനെ യാഗം കഴിക്കണം എന്നൊരു വരച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും തിന്ന് എങ്ങനെയെങ്കിലും പോവാൻ നിന്റെയും എന്റെയും വിളി വലുതാണ്. ഹല്ലേലൂയ, മറക്കരുത്. അതായത് എങ്ങനെയെങ്കിലും വന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് പോകാനല്ല. ആരാധന നിസ്സാരമായിട്ട് കാണരുത്. ഒരു ഹോമയാഗം, ഒരു ആരാധന, അത് വലുതായിട്ട് ദൈവം പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധ സംസാരിക്കുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നാളെ മുറിഞ്ഞ ഭാരത്ത് വരണം, ഈ സാന്ത്വനത്തിനകത്ത് വരണമെന്നൊരു ആത്മഭാരം കണ്ടാൽ കൃത്യമായിട്ട് വരണം. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടോ? അല്ല, ഇന്ന് ഇവിടെയും അടുത്ത ആഴ്ച അവിടെയും അപ്പുറത്ത് ഇവിടെ കഴിഞ്ഞാൽ ഒരു വേരും ഇറങ്ങത്തില്ല, ഒരു കപ്പയും കിട്ടത്തില്ല. ഹല്ലേലൂയ. ദൈവം നട്ടടുത്ത് തന്നെ സ്ഥിരതയോടെ നിൽക്കുമെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ പെരുത്ത കപ്പ നമുക്ക് പിഴുതെടുക്കാൻ പറ്റും, പെരുത്ത അനുഗ്രഹം എടുക്കാൻ പറ്റും. പെരുത്ത 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 വലിയ അനുഗ്രഹം പിടിക്കാൻ. കാര്യം എന്താണ്? ദൈവം ആക്കി വെച്ചെടുത്തൊരു അനുഗ്രഹമുണ്ട്. ദൈവം ആക്കുന്ന സ്ഥലത്ത് അനുഗ്രഹമുണ്ട്, ഒരു നന്മയുണ്ട്. ദൈവമാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. അല്ല, ഞാനോ ഇവിടെ വന്ന സഹോദരങ്ങളൊന്നും അല്ല. നിങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളെ കയറ്റി വിടുമ്പോൾ ദൈവത്തിന് അറിയാം തൻ്റെ കുഞ്ഞിന് അനുഗ്രഹം കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. ദൈവം അത്രത്തോളം നിങ്ങളെക്കുറിച്ച് പദ്ധതിയും പ്ലാനുമുണ്ട്. ആമേ, ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല. ദൈവം ഓരോ സെക്കൻഡും ഓരോ മിനിറ്റുകളും അതിൻ്റെ രീതി വരച്ച്, റൂട്ട് വരെ വരച്ച്, കൃത്യമായി വരച്ച് പദ്ധതിയും പ്ലാനും നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ഉള്ളത് കൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ നിന്റെ പൈതലുമായി നീ മോറിയാം ദേശത്തുമേൽ നടന്നു ചെല്ലണം. ആമേ, ഹല്ലേലൂയ. മോറിയ ദേശത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ ചെല്ലണം. മൂന്നാം ദിവസം അബ്രഹാം നോക്കി. ഇപ്പൊ കഴുതയിൽ 3 ദിവസം അവര് വിറവെങ്കരി എടുത്തു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് എത്ര 3 ദിവസം നടന്നു. യാത്രയായിരുന്നു. 1-2 ദിവസമല്ല. ഞങ്ങളൊരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നുണ്ട്. ഒരാഴ്ച. ദൈവത്തിന് എന്തിനാ? ആരാധന കഴിക്കുവാൻ. ഞങ്ങൾ ഒറീസയിൽ പോകുന്നു. എന്തിനാ? മുറിഞ്ഞ പാലത്ത് ആരാധന ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഇവിടെ അടുത്തൊന്ന് ചെയ്തുകൂടെ? ദൈവം പറയുന്ന സ്ഥലത്തിന് ആരാധന കഴിക്കണം. ഒരു ത്യാഗം. വാഹനത്തിനകത്ത് കയറുമ്പോൾ തന്നെ അതിനകത്തൊരു പ്രയാസമുണ്ട്. ത്യാഗം സഹിക്കണം. വിറവ് കീറി നിന്റെ തലയിൽ വെച്ച് തരും. അത് ചുമക്കാൻ തയ്യാറാണെങ്കിൽ, ആ ബുദ്ധിമുട്ടും പ്രയാസവും ചുമക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അടുത്തൊരു ഐശ്വര്യമായ അനുഗ്രഹം കിടപ്പുണ്ട് താഴെ. ഐശ്വര്യമായ അനുഗ്രഹം വരണമെങ്കിൽ വിറകെടുത്ത് നിന്റെ തലയിൽ വെച്ച് വരുമ്പോൾ നീ ചുമക്കുവാൻ തയ്യാറാകണം. ആമേ, ഹല്ലേലൂയ. വിറക് കീറി നിന്റെ തലയിൽ വെച്ച് വരുമ്പോൾ തിരിച്ചൊന്ന് ചോദിക്കരുത്. നീ തിരിച്ചെന്തിനെന്ന് ചോദിക്കരുത്. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത് വേണോ, ഇവിടെ തന്നെ യാഗം കഴിച്ചുകൂടെ, ഒന്ന് ചോദിക്കരുത്. നടക്കാൻ പറഞ്ഞാൽ നടക്കുക. അവിടെ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യരുത്, ദൈവത്തെ മറുചോദ്യം ചോദിക്കരുത്. നിനക്ക് നടക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ വർഷം നടന്ന അനുഗ്രഹം പിടിച്ചെടുക്കാൻ പറ്റും. ഓടി 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 അനുഗ്രഹം പിടിച്ചെടുക്കാൻ പറ്റും. കാര്യം എന്താണ്? നീ ദൈവത്തെ അനുസരണയുള്ളൊരു കുട്ടിയായിരിക്കണം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അനുസരണയാണ്. എവിടെ അനുസരണക്കേട് ആരൊക്കെ കാണിച്ചിട്ടുണ്ടോ ദൈവം അനുസരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അനുസരിച്ചില്ല എങ്കിൽ എന്നെ ദൈവം അനുസരിപ്പിക്കും. ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ചെയ്തിരിക്കും. കാര്യം അങ്ങനെയാണ് നമ്മുടെ ദൈവം. അത്രത്തോളം ക്വാളിറ്റിയുള്ളൊരു ദൈവത്തെയാണ് ഞാൻ നീ ആരാധിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സർവശക്തനായ ദൈവം, സകലത്തിന് ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച സകലത്തിൻ്റെ മേൽ സൃഷ്ടാവായ ദൈവം സകലത്തിൻ്റെ മേൽ ശക്തനാണ്. ഈ ദൈവത്തിൻ്റെ പവർ മനസ്സിലായിക്കുവാണ്. ദൈവം പറഞ്ഞാൽ അവിടെ നിന്നുള്ള ശമ്പളം ഒന്നും ചോദിക്കരുത്. ശമ്പളം ചോദിക്കരുത്. ഞാൻ 3 ദിവസം നടന്നാൽ 3000 രൂപ കിട്ടുമെന്ന് ചോദിക്കരുത്. കൂലിയില്ലാത്ത യാത്രയാണ്. ഹല്ലേലൂയ. കണക്ക് വയ്ക്കരുത്. നീ കണക്ക് വെച്ചാൽ നിന്നെ കണക്ക് വയ്ക്കും. നീ തൂക്കിയാൽ നിന്നെ ദൈവം തൂക്കും. ഹല്ലേലൂയ. കണക്ക് വെച്ചാൽ ദൈവം കണക്ക് വയ്ക്കും. നീ തൂക്കിയാൽ
നിന്നെ ദൈവം തൂക്കും. അതുകൊണ്ട് ഇറങ്ങാൻ പറയുമ്പോൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ഒന്നും പറയാതെ ദൈവത്തിനനുസരിച്ച് യാത്രയ്ക്ക് ഒരുങ്ങാൻ പറഞ്ഞാൽ ഒരുങ്ങിക്കോളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരിച്ച് ഞാൻ വരണോ ഇല്ലയോ ഉണ്ടോ എന്നല്ല, ബാങ്കിൻ്റെ ബാലൻസ് നോക്കാൻ പറയാം. ഇതാർക്കാ? അവിടെ പിടിക്കും. എവിടെയാണോ മാറ്റി വെച്ചിരിക്കുന്നത് ആ മർമ്മം നോക്കി ദൈവം അടിക്കും. മനസ്സിലായ? മർമ്മം നോക്കി അടിക്കാൻ ദൈവത്തിന് അറിയാം. ഇവിടെ മർമ്മം നോക്കി ആരെ അടിച്ചു? ഇസ്ഹാക്കിനെ അടിച്ചു അല്ലേ? കുഞ്ഞിനെ അധികമായി സ്നേഹിച്ചു. അതാ നിന്റെ കുഞ്ഞിനെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചു. അബ്രഹാം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ വാക്കില്ല. സ്നേഹിക്കുന്ന ദൈവത്തിന് അറിയാം അല്ലേ? നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ദൈവത്തിന്, ആ സ്നേഹിച്ചനെ തന്നെ ദൈവം ചോദിച്ചു, നീ തന്നെ 3 ദിവസം നടന്നോ അല്ലേ? ഹോമയാഗത്തിന് വേണ്ടി നീ റെഡിയായിക്കോ. എന്നാൽ ആ 3 ദിവസം അബ്രഹാം നോക്കി, ദൂരത്തു നിന്നും ആ സ്ഥലം കണ്ടു, നടന്ന് കഴുതയായിട്ട് യാത്ര ചെയ്തു, ബാല്യക്കാരർ യാത്ര ചെയ്തു, അവർ ആ ദേശം കണ്ടു. അബ്രഹാം 5-ാമത്തെ വാക്യം. അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഇവിടെ ദൈവം പറഞ്ഞ എന്താണ് പറഞ്ഞത്? അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകന് ഹോമയാഗം ബലി കൊടുക്കണം. പക്ഷെ അബ്രഹാം ബാല്യക്കാരോട് എന്താ പറഞ്ഞത്? ആരാധന കഴിച്ച് വരാം. ചില ഡോക്ടർമാർ ചെറുതായിട്ട് പറയുകയുള്ളൂ, എന്തോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്, നമ്മൾ അതിനെ കീറി സ്റ്റിക്കർ ഒട്ടിച്ച് വാൾ പോസ്റ്റ് ആക്കി വയ്ക്കും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം അല്ലെ? പക്ഷേ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്, ലോകത്തുള്ള ബന്ധുക്കൾ എല്ലാവരെയും വിളിച്ചു പറയും. മനസ്സിലായിക്കോളൂ, കുറച്ച് മനസ്സിലായിക്കോളൂ. ആ മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്നത്. കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവം. ഡോക്ടർ പറഞ്ഞു ചെറിയ പ്രശ്നമുണ്ടെന്ന്, ദൈവം പറഞ്ഞു നിന്റെ മകനെ ഹോമയാഗം കഴിക്കണം. പക്ഷെ അബ്രഹാം കൂടെ പറഞ്ഞത് ഞാൻ ആരാധന കഴിച്ചു വരാം. ബാല്യക്കാരോട് പറഞ്ഞോ? മറക്കേണ്ടത് മറക്കണം. നമ്മളാണ് ഒരു കാര്യം കിട്ടുകഴിഞ്ഞാൽ പറയും, കണ്ട എനിക്കൊരു കൊച്ചിനെ തന്നിട്ട് കണ്ടാടി, അക്ക കണ്ടാടി. എടി നമ്മളെ ദൈവം കണ്ട. അപ്പോൾ അവൾ പറയും, നിന്നെ പണ്ടേ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വന്നിരുന്ന് വല്ല പൊരിയും അവിലും വല്ല തിന്നാൻ പറഞ്ഞു. ഇപ്പം കണ്ട, ഉള്ളതും പോയി കഷത്തിരിക്കണതും പോയി ഉത്തരത്തിലെടുക്കാനും പറ്റണില്ല. പള്ളിയിൽ പോയാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ചെറിയ വീഴ്ച വരുമ്പോൾ മറ്റുള്ളവർ പറയും, എന്നെപ്പോലെ വന്നിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുമില്ല പ്രയാസമില്ല. ദൈവം അത് വലിച്ചിരിക്കുകയാണ്, ഇന്നോ നാളത്തേക്കോ ഒന്ന് അത് വലിച്ചിരിക്കുക ജഡീയത്ത്. പക്ഷേ ഇതിവിടെ അനുഗ്രഹമായിരിക്കുക. പക്ഷേ ഇവിടെ ദൈവം പറഞ്ഞ കാര്യം ബാല്യക്കാരോട് പറഞ്ഞില്ല. ബാല്യക്കാരോട് എന്താ പറഞ്ഞത്? ഹോമയാഗം കഴിക്കണമെന്ന് ബാല്യക്കാരോട് പറഞ്ഞു. നമ്മളാണെങ്കിൽ പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞ് അതിനെ കുറേ കൂടെ വെള്ളവും ചേർത്ത് പഞ്ചസാരയും ഇട്ട് മുറിഞ്ഞ പാലം തൊട്ടേ നോട്ടീസ് അടിക്കാൻ തുടങ്ങും. പാസ്റ്റർ ദൂത് പറഞ്ഞിരിക്കുകയാണ്, പിന്നെ മുറിഞ്ഞ പാലം മൊത്തവും നോട്ടീസ് ഒട്ടിക്കും. ആരൊക്കെ കാണാൻ പറയും? ആ വേദന തീരുന്ന ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണ് ഏതാണെന്നുള്ള ഗ്രഹിക്കാൻ കൃപ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തോട് ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്ന പാതി കേൾക്കാത്ത പോലെ ഗൗരവം മനസ്സിലാക്കണം. ദൈവം പറഞ്ഞ കാര്യം, അബ്രഹാമിനോട് പറഞ്ഞ കാര്യം, നിന്റെ മകനെ ഹോമയാഗം കഴിക്കണമെന്ന്. 3 ദിവസം നടന്ന് കഴുതയുമായി നിന്നിട്ട് ആ മലയടുത്ത് കയറുന്ന മുമ്പ് ബാല്യക്കാരോട് എന്താ പറഞ്ഞത്? ഞാനും എൻ്റെ മകനുമായിട്ട് എന്ത് ചെയ്യണം? ആരാധന കഴിച്ച് വരാം. ദൈവം പറഞ്ഞ കാര്യമാണ് അവിടെ പറഞ്ഞത്. നീ വിശ്വസിക്കണം. പറഞ്ഞതിനപ്പുറമായി ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. ദൈവ പൈതലെ, നീ പറഞ്ഞേക്കാട്ടിലും ദൈവ പറഞ്ഞ അപ്പുറമായ ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ വിശ്വസിക്കുകയും അതുപോലെ സംസാരിക്കുകയും വേണം. നമ്മൾ ദൈവം പറഞ്ഞത് ഒന്ന്,
ദൈവം പറഞ്ഞത് ഒന്ന്, കേട്ടതൊന്ന്. വേറെ വാക്കിൽ പറഞ്ഞ വ്യത്യസ്തയിൽ പറഞ്ഞത് അബ്രഹാമിനോട് പറഞ്ഞതാണോ കേട്ടതാണോ പറഞ്ഞത്? അബ്രഹാമിനോട് കേട്ട കാര്യമല്ല ബാല്യക്കാരോട് പറഞ്ഞത്. നമ്മളാണെങ്കിൽ കേട്ടതുമല്ല കേൾക്കാത്ത കാര്യമല്ല, ഇതെല്ലാം പറഞ്ഞു നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇതിങ്ങനെ ശോധനയാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം. ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണം കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി, ഇതെല്ലാം തിരിച്ച് നിങ്ങൾ ചക്ക കുഴയ്ക്കും പോലെ കുഴയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയമായി മാറുന്നത്. ആമേ ഹല്ലേലൂയ. ദൈവം പറയുന്നത് നല്ലതായാലും തീയതായാലും മുറുകെ പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാതെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്ന കാര്യം ഒന്ന് മുറുകെ പിടിക്കുമെങ്കിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. കാര്യം എന്താ? പറയുന്ന കാര്യത്തെ അതുപോലെ കേട്ട്, ഡോക്ടർ പറയുന്ന കാര്യം അതുപോലെ ചെന്ന് വീട്ടിൽ പറയരുത്. ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിലർ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ചിലർ കേൾക്കുന്നൊരു സുഖമാണ്. അല്ല, കൃപയുള്ളവൻ പറയും കുഴപ്പമില്ല, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ? കുഴപ്പമില്ല, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ദൈവം അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ബാല്യക്കാരോട് പറയുന്നതാണ് ആരാധന കഴിച്ച് വരാം. വായിച്ചോ, ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരാം. മടങ്ങി വരാനാണോ മോനെ കൊണ്ടുപോയത്? അല്ല, ബലി കൊടുക്കാനല്ലേ കൊണ്ടുപോയത്. ഇവിടെ അബ്രഹാം എന്താ പറഞ്ഞത്? മടങ്ങി വരാം. അതാ നിന്റെ വായിലെ വാക്ക് പോലെ സംഭവിക്കും, നീ പറയുന്നത് സംഭവിക്കും. മടങ്ങി വരാം. അബ്രഹാമിനോട് പറഞ്ഞു കുഞ്ഞിനെ ബലി കൊടുത്താൽ കിട്ടുമോ? പക്ഷെ അബ്രഹാമിന്റെ വിശ്വാസം വലുതായിരുന്നു. അതാ വിശ്വാസത്തിൻ്റെ പിതാവായി മാറിയത്. നിങ്ങൾക്കൊരു വിശ്വാസം വേണം. നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾ പറയണം ഇതെൻ്റെ നല്ലതിന് വേണ്ടിയാണ്. ഒരു മോശമായി എന്ന് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം പറയുന്നത് തകർക്കാനല്ല, തിരുത്തി കയറി വരുവാനാണ്. തെറ്റുകൾ പറയുമ്പോൾ അയ്യോ കുത്തും വെട്ടും തുടങ്ങി. ഈ കുത്തും വെട്ടും കൊള്ളണം എവിടെയാണ്? കുറ്റവും പാവവും ഉള്ളിടത്താണ് കൊള്ളണത്, അല്ലാത്തവർക്ക് കൊള്ളൂല. അല്ലേ? മോട്ടിക്കണവനെ പിടിച്ചു അവൻ പേടി, രണ്ടുപേരെ മോട്ടിക്കണവനെ മോട്ടിക്കാതെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാണ് പോലീസ് സ്റ്റേഷനിൽ. ഇതെല്ലാം വേദനയും പ്രയാസം ആർക്കായിരിക്കും? മോട്ടിക്കുന്നതിനായിരിക്കും. മോട്ടിക്കാത്തവർക്ക് ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ ഈ വചനത്തിൻ്റെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ ഞാൻ പോയിട്ട് മടങ്ങി വരാം എന്ന് വിശ്വാസത്തോടെ പറഞ്ഞു മടങ്ങി വരാം. മറ്റുള്ള കാര്യമല്ല, ദൈവത്തിന് വിട്ടുകൊടുക്കണം. നിങ്ങൾ ദൈവ പ്രവർത്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു നെഗറ്റീവാണ് പറഞ്ഞെങ്കിൽ, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ആമേ ഹല്ലേലൂയ തിരിച്ചു നീ പറയണം എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും, എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. നിങ്ങളെക്കുറിച്ചൊരു ബുദ്ധം മോശമായി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് നിങ്ങൾ ആരാധന. ചിലർ ഇത് കേൾക്കാൻ പറയും ഇനി പള്ളിയിലും വരുന്നില്ല, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, പാസ്റ്റർ വെച്ച് കയറ്റി കൊടുത്തു. ഇങ്ങനെ പറയരുത്. അബ്രഹാം എന്താ പറഞ്ഞത്? ഞാൻ മടങ്ങി വരാം. വായിച്ചോ, മടങ്ങി വരാം എന്ന് പറഞ്ഞു. മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്തു, തൻ്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് നിർത്തുക. വിറക്, ഹോമയാഗത്തിന് വിറകെടുത്തു, എൻ്റെ മകൻ്റെ ഈ വിറകെടുത്ത് ആരെ ചുമലിൽ വെച്ചു കൊടുത്ത്? മകൻ്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്തു. വിറക് ഇതുവരെയും കൊണ്ടുവന്നിട്ട് അതുവരെയും മകൻ്റെ മേൽ വെച്ചില്ല. ആ മലയുടെ കീഴെ വന്ന സമയത്ത് വിറകെടുത്ത് മകൻ്റെ ചുമലിലേക്ക് കയറ്റി കൊടുത്ത അപ്പൻ. ഹല്ലേലൂയ. ആമേ. വിറകെടുത്തു, അവൻ്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. മകനും വിചാരിക്കുന്നു ഇപ്പോൾ നല്ലൊരു ഹോമയാഗ ആരാധന കഴിക്കാൻ പോവുകയാണ്, അല്ലേ? ആ മകനും മനസ്സിൽ പറയുക ഞാൻ ദൈവത്തിന് വേണ്ടി ആരാധന കഴിക്കാൻ പോവുകയാണ്. വിറകുണ്ട്, അല്ലേ? തീയുണ്ട്, കത്തിയുണ്ട്. വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്.
എല്ലാ കാര്യവും ഉണ്ട്. പക്ഷേ ബലി കൊടുക്കുന്ന വ്യക്തി ആരാണ്? ആ മകന് അറിഞ്ഞുകൂടാ. ആ ബലി കൊടുക്കുന്ന മകൻ്റെ തോളിൽ എന്തിരിപ്പുണ്ട്? വിറകുണ്ട്. വിറക് പറയും, ഞാൻ നിന്നെ കത്തിക്കാൻ പോണെന്ന് പറയും. വിറകിരുന്ന് തോളിരുന്ന് പറയും, ഈ വിറക ഞാൻ അവനെ ഇപ്പൊ കത്തിക്കാൻ പോകുന്നെന്ന് വിറവ് സംസാരിക്കുകയാണ്. അല്ലേ? ഈ അനുഭവത്തിലേക്ക്, തീയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന ദൈവ പൈതലേ, പലപ്പോഴും ആ പ്രതിസന്ധിയുടെ വേദനയുടെ നടുവിലേക്ക് കടന്നു പോകുക ചിന്തിക്കാതെ ആമേ ഇസാക്ക് അപ്പനോട് ചോദിച്ചു. ആമേ അവർ ഒരുമിച്ച് നടന്നു. ഇരുവരും ആദ്യം ഒന്നിച്ച് നടന്നു. അപ്പനും മക്കളും ഒരുമിച്ച് നടക്കണം. പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കണം. ആരാധന ഒരുമിച്ചായിരിക്കണം. അപ്പൻ ഒരു പള്ളി, അമ്മ ഒരു പള്ളി, അല്ലെങ്കിൽ മറ്റൊരു പള്ളി, അങ്ങനെയല്ല. ഒരുമിച്ച് നിന്നാൽ ചില ഒരുമിച്ച് അനുഗ്രഹം എടുക്കാൻ പറ്റും. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, ഒന്നിച്ച് ആരാധന ഒന്നിച്ചാണ്. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഒന്നിച്ചാണോ? സ്നേഹമുള്ള കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ആമേ എന്താണ് വിശേഷം പറയുകയും അവസാനം അടിയിൽ തീരരുത്. അടിയിൽ തീരരുത്. പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞിരുന്നാൽ ഒരു കുഴപ്പമൊന്നുമില്ല. കൺട്രോൾ വിട്ടുകളയില്ല. ഒന്നിച്ചിരിക്കുമെങ്കിൽ, ഒന്നിച്ച് യാത്ര ചെയ്യുമെങ്കിൽ അതൊരു അനുഗ്രഹമായി മാറും. അവർ ഒന്നിച്ചായി നടന്നത്. അപ്പനും മകൻ, ഇന്നത്തെ അപ്പനും മകനും ഒന്നിച്ച് നടക്കുമോ? അപ്പൻ ഒരു വഴിക്ക്, മകൻ ഒരു വഴിക്ക്, രണ്ടും രണ്ട് വഴിക്ക്. അതെന്ത് വഴിയായി മാറും? പെരുവഴിയായിട്ട് മാറും. അത് വരാതിരിക്കുവാൻ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, ഒരുമിച്ച് നടക്കുമെങ്കിൽ ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയാ. ദൈവം അവിടെ ഇരിക്കും. ദൈവം കൂടെ ഇരിക്കും. അവർ രണ്ടുപേരും ഒന്നിച്ച് ഒരുമിച്ച് നടന്നു. എന്നിട്ട് ഇരുവരും ഒന്നിച്ച് നടന്നു. 7-ാമത്തെ വാക്യം. അപ്പോൾ ഇസാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്. എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ഹോമയാഗത്തിന് പോണ കാര്യം അറിയാം. ഇസാക്കിന് അറിയാം. തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്. പക്ഷെ ഈ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പ കത്തിയുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഈ ചോദ്യം മകൻ അപ്പനോട് ചോദിക്കുമ്പോ ആ അപ്പന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ആ അപ്പന്റെ നെഞ്ച് പിടയുന്നത് കാണുന്നുണ്ടോ? സ്വന്തം അപ്പന്റെ നെഞ്ച് പടയുന്നത് അപ്പന്റെ മനസ്സുകൊണ്ട് പറയും, എടാ നിന്നെ തന്നെയാണ് ആട്ടുകുട്ടിയായിട്ട് കൊടുക്കാൻ പോണത്. അബ്രഹാം പറഞ്ഞത് മനസ്സുകൊണ്ട് പറഞ്ഞു. മോൻ ചോദിച്ചു, അപ്പാ എല്ലാം ഉണ്ട്, പക്ഷെ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയുടെ. ആ അപ്പന്റെ മനസ്സ് പിടയുകയും ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് സ്വന്തം മോന്റെ മുഖത്ത് നോക്കി, ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഞാൻ സ്നേഹിച്ചു പോയി. എങ്ങനെ സ്നേഹിച്ച്? അമിതമായി സ്നേഹിച്ചു. സ്വന്തം മകനെ അമിതമായി സ്നേഹിച്ചത് കൊണ്ട് നീ ഹോമയാഗത്തിന് വേണ്ടി ഇവനെ ബലി കൊടുക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ ഇന്നത്തെ അപ്പനാണെങ്കിൽ ഇടറിപ്പോകും. ഇന്നത്തെ അപ്പന്മാരാണ് ഇടറിപ്പോകും. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ല. അബ്രഹാം അവിടെ ആ ചോദ്യത്തിന് മുമ്പിൽ, ആ ഇസാക്കിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ആ മകനോട് പറഞ്ഞു, ചോദിച്ച ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി കരുതിക്കൊള്ളും. വായിച്ചോ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. കണ്ട, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് മലകയറുന്ന സമയത്തും മകന്റെ ചോദ്യത്തിന് മുമ്പിൽ ഇടറിപ്പോയില്ല. അതാ പറയുന്ന കാര്യത്തിൽ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കണം. പറഞ്ഞത് ഹോമയാഗം, മകനെ ബലി കൊടുക്കുവാൻ. പക്ഷെ അബ്രഹാം എന്താ പറഞ്ഞത്? സ്വന്തം മകനോട് ആട്ടിൻകുട്ടി. നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുകയാണ്. നിന്റെ നാവെടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ ചില പറയുന്ന കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? നീ പറഞ്ഞത് ആട്ടിൻകുട്ടി. പക്ഷേ ദൈവം പറഞ്ഞത്
നിന്റെ മകനെ ബലി കൊടുക്കണമെന്ന്. അബ്രഹാം പറഞ്ഞു, എൻ്റെ മകനെ അല്ല ബലി കൊടുക്കാൻ പോകുന്നത്, ആട്ടിൻകുട്ടിയാണെന്ന്. നിങ്ങൾ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ഹിതമനുസരിച്ച് സമർപ്പിച്ചു കൊടുക്കണം. സ്വയം യാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ച് പറയാതെ ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം പറയുന്ന അനുസരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുക. തിരിച്ച് നമ്മൾ ഇത് ചെയ്യണോ, അങ്ങനെ ചെയ്യണോ, ചെറിയ ആട് മതിയോ, വലിയ ആട് മതിയോ, എഴിക്കാൻ വയ്യാത്ത ആട് മതിയോ, നാളെ ചന്തയെ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന ആട് മതിയോ, ഒന്നുമല്ല. ആ ഒരു ചോദ്യമേ വേണ്ട. ദൈവം പറയുന്ന കാര്യം നീ വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പറയുന്ന വാക്ക് കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയാ. ഇവിടെ പറഞ്ഞു, ആട്ടിൻകുട്ടി കരുതിക്കൊള്ളും. എവിടെ? അപ്പൊ എല്ലാം ഉണ്ട്. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? മോൻ കാണുന്നില്ല. ആ പറയുന്ന വ്യക്തി തന്നെയാണ് യാഗത്തിനുള്ള കാര്യം മകൻ അറിഞ്ഞുകൂടാതെ ആ സ്വന്തം മകൻ പറയുകയാണ്, അപ്പാ ആട്ടിൻകുട്ടി എവിടെ? അപ്പൻ അബ്രഹാം പറയാ, മകനെ ദൈവം കരുതിക്കൊള്ളും. അങ്ങനെയാണെങ്കിൽ ആ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞെങ്കിൽ നിന്നെ എന്നെ ദൈവം കരുതിക്കൊള്ളൂലേ? തുടർന്നുള്ള ജീവിതത്തിൽ കരുതൂലേ? കരുതൂലേ? ദൈവം നമ്മളെ സൂക്ഷിക്കൂലേ? ദൈവം കരുതുന്ന ദൈവമാണ്. പ്രൈസിലോ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എന്റെ ദൈവം കരുതുന്ന ദൈവമാണ്. ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചതിന് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി തൻ്റെ മകൻ ഇസാക്കിനെ കെട്ടി. വിറക് അടുക്കിയപ്പോൾ ആ മകനും സഹായിച്ചു കൊടുത്തു, അല്ലേ? വിറവ് കൊണ്ട് മകൻ്റെ തോളിരിക്കുന്ന വിറവ് സ്ഥലത്ത് ആ മലയുടെ മകളിൽ എത്തിയ സമയത്ത് ഒരു ഹോമയാഗത്തിന് സെറ്റപ്പ് ചെയ്തപ്പോൾ സ്വന്തം ചിതയ്ക്ക് വേണ്ടി സ്വന്തം മകൻ ഒരുങ്ങുകയാണ്. ആ സമയത്തും വിശ്വാസത്തോടെ മനസ്സ് പതറാതെ നിൽക്കുന്ന അബ്രഹാം, നിങ്ങൾ ആത്മഭാരത്തോടെ ഇരിക്കണം. ആ മകൻ അപ്പനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ വിറക് അടുക്കുമ്പോൾ മകൻ വിറകെടുത്ത് കൊടുക്കുകയാണ്. വിറക് അടുക്കുന്നവർക്ക് അറിയാം, അല്ലേ? ഒരാൾ അടുക്കുമ്പോൾ ഒരാൾ എടുത്തു കൊടുക്കും. അങ്ങനെയാണ് ഇസാക്ക് വിറവെടുത്ത് കൊടുത്ത്. ഹല്ലേലൂയാ. ഇസാക്ക് വിറകെടുത്ത് കൊടുത്തു, അബ്രഹാം അടുക്കി. അല്ലേ? യാഗത്തിന് വേണ്ടി എല്ലാ സെറ്റപ്പ് ഒരുങ്ങിയാണ്. യാഗപീഠം പണിതു, വിറകടുക്കി. ആ വിറകടുക്കിയ ശേഷം തൻ്റെ മകൻ ഇസാക്കിനെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശുഭപ്രതീക്ഷകളല്ലേ? ആ പ്രവൃത്തിയുടെ ടൈമിൽ ആ സമയം വരെയും ഇസാക്കിന് ഒന്നും അറിയത്തില്ല. ഈ വിറകടുക്കി യാഗപീഠം പണിത ശേഷം മകനെ കെട്ടി. മകൻ നിന്നുകൊടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മകൻ നിന്നോട്. ഇന്നത്തെ മകനെ പിടിച്ച് കെട്ടണമെങ്കിൽ പറയും, അപ്പനെ വേണമെങ്കിൽ പിടിച്ചു കെട്ടാം, ഞാൻ പോകുമെന്ന് പറയും. ഇന്നത്തെ കാലങ്ങളിൽ അപ്പനെ പിടിച്ചു കെട്ടുന്ന കാലമാണ്. ഇന്ന് പലയിടത്തും, അല്ലേ, അപ്പനെ അടിച്ചിടുന്ന കാലമാണ്. അബ്രഹാം മകനെ കെട്ടിയ സമയത്തും മകൻ അപ്പൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്തു. നിങ്ങളുടെ തലമുറകൾ അപ്പൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കണം. ഞാൻ തയ്യാറാണ് കർത്താവേ, ഞാൻ ഒരുക്കമാണ്. അതിനു വേണ്ടി നിങ്ങളെ തലമുറകളെ ഒരുക്കി കൊണ്ടുവരണം. എന്താണ് പറയുന്ന അനുസരിക്കുന്ന തലമുറകളെ. അപ്പൻ കെട്ടിയ സമയത്തും അപ്പൻ്റെ കെട്ടും പൊട്ടിച്ചിട്ട് ഓടിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പൻ കെട്ടിക്കഴിഞ്ഞാൽ അപ്പനെ കയറ് പിടിച്ച് അപ്പനെ തിരിച്ച് കെട്ടിയിട്ട് രണ്ട് പൊട്ടിച്ചിട്ട് ഓടും. എന്നെയാണ് പിടിച്ചു കെട്ടാൻ വരുന്നത്. ഇന്ന് പിടിച്ചു കെട്ടാത്തതൊക്കെ രാത്രി അർദ്ധരാത്രി കവല കിടന്ന് കറണ്ടില്ലേ? ഇന്നും പറഞ്ഞ് പിടിച്ചു കെട്ടാത്തതാ.
അർദ്ധരാത്രികളിൽ ആണും പെണ്ണുമില്ലാതെ കവലകളിലും ബസ് സ്റ്റാൻഡുകളിൽ കിടന്ന് കറങ്ങിയാണ്. പിടിച്ചു കെട്ടാത്തുണ്ട്, നേരെ പിടിച്ചു കെട്ടാത്തുണ്ടാ? ഹല്ലേലൂയാ, ആമേ, ഹല്ലേലൂയാ. എന്നാൽ മകനെ പിടിച്ചു കെട്ടിയ സമയത്തും തിരിച്ചൊരു വാക്ക് ഇസാക്ക് സംസാരിച്ചില്ല. സംസാരിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടിരുന്നു. ആമേ, ഹല്ലേലൂയാ. തിരിച്ചൊരു മറുപടി പറഞ്ഞില്ല. ആ ടൈമിൽ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ വായിച്ചോ. ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ വിറകിന്മീതെ കിടത്തി. ഇപ്പൊ കെട്ടിയത് മാത്രമല്ല, യാഗപീഠമായ വിറകിന്റെ മേൽ കിടത്തി. നമ്മള് കിടത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കിടത്തണ മക്കളാണ്. മക്കളെ ഇവിടെ മര്യാദയ്ക്ക് കിടക്കണം. നീ മാനിയായിട്ട് കിടന്നു വയ്യാൻ നിനക്ക് ജീവിച്ചൊക്കെ പോവാം. ഇപ്പൊ വരാന്ന് പറയും, അപ്പം പോണ നോക്കിയിരിക്കും അടുത്ത് ചാടി പോവാൻ. പിടിച്ച് കെട്ടാൻ വേണ്ടി നിന്ന് കൊടുത്തു. പക്ഷെ അപ്പൻ ഇവിടെ കിടത്തിയപ്പോൾ മാന്യമായിട്ട് കിടന്നു. ഇന്നത്തെ തലമുറകൾ മാന്യമായിട്ട് കിടക്കുമോ? അപ്പനെ കിടത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അമ്മയും കിടത്തും അപ്പനെയും കിടത്തും. അവസരം കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കരുത്. പ്രൈസ് ദി ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതാണ് ആദ്യമേ വചനം കൊടുത്ത് തന്നെ വളർത്തണം. വചനം കൊടുത്ത് വളർത്തിയില്ല എങ്കിൽ അവസാനം അപ്പനെ പിടിച്ചു കെട്ടിയിട്ട്, ഇന്നത്തെ വാർത്തകളില്ലേ, അപ്പനെ പിടിച്ചു കെട്ടി 2 കുത്തും കൊത്തി അപ്പൻ്റെ സാധനം എല്ലാം അടിച്ചുകൊണ്ട് പോയി. അപ്പൻ്റെ നന്മയെല്ലാം ഇന്ന് അമ്മയ്ക്ക് വേണ്ടി അമ്മ എന്തെങ്കിലും പറയുമ്പോൾ നന്മത്തിൽ അമ്മയുടെ മാലയും എല്ലാം പൊട്ടിച്ചുകൊണ്ട് പോയി. എത്രയോ തലമുറകൾ അപ്പനും അമ്മയ്ക്കെതിരായിട്ട് കൈ ഉയർത്തുമ്പോൾ സ്വർഗം പറയും, ഈ തലമുറയെ കുറിച്ച് പറയും, ഇത് ദൈവത്തിന്റെ ഹിതമല്ല. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തിയപ്പോൾ മാന്യമായിട്ട് കിടന്നു. ഒന്നും ചിന്തിച്ചാണുമില്ല. ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാം. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കീഴ്പ്പെട്ട് എന്താണോ ദൈവം പറയുന്നത് ചെയ്യാനുള്ള മനസ്സ് ആർക്കുണ്ടായിരുന്നു? അബ്രഹാമിനുണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു. രണ്ടുപേരും ഒരു മനസ്സോടെ നിന്നാൽ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ഇരു മനസ്സോടെ കുടുംബത്തിന് അനുഗ്രഹം പെടാൻ പറ്റത്തില്ല. അപ്പൻ പറയുന്നത് മകൻ കേട്ടു. ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരു മനസ്സോടെ ആയിരുന്ന സമയം ആയതുകൊണ്ടാണ് ആ യാഗപീഠത്തിന്റെ മേൽ കിടന്നത്. അല്ലാത്ത പക്ഷം യാഗപീഠ ചിലപ്പം മലവരെയൊക്കെ കൊണ്ടുപോവാം. നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തരാം, കള്ളം പറഞ്ഞ് അതുവരെയൊക്കെ കൊണ്ടുപോവാം. വിറക് അടുക്കുന്നവരെയൊക്കെ നിൽക്കും. പക്ഷെ പിടിച്ചു കെട്ടാൻ വന്നു കഴിഞ്ഞാൽ അടിച്ചുകളിട്ടിട്ട് പോകും. അത് ഉറപ്പാണ്. ഹല്ലേലൂയാ. പക്ഷെ ഇസ്ഹാക്ക് അങ്ങനെയല്ല. ഇസ്ഹാക്ക് അപ്പന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിച്ചു കൊടുത്തു. ആ യാഗപീഠത്തിൽ മേൽ കിടത്തിയ സമയത്തും കിടത്തി. പിന്നെ 10-ാമത്തെ വാക്യം. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ നോക്കിക്കൊള്ളണം, അബ്രഹാം തന്റെ മകനെ അറുക്കാൻ വേണ്ടി, സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി കത്തിയെടുത്തു ഉയർത്തി. എവിടെയാ? കത്തിയെടുക്കുന്നവരെയും മിണ്ടിയില്ല, വിറകടുക്കുന്നവരെയും മിണ്ടിയില്ല, ആമേൻ, നടന്നപ്പോഴും മിണ്ടിയില്ല, ഒന്നും മിണ്ടില്ല. 3 ദിവസം നടന്നപ്പോഴും ദൈവം മിണ്ടിയില്ല, വിറകടിക്കിയപ്പോഴും മിണ്ടിയില്ല, മകനെ ഇസാക്കിനെ വിറകിന്റെ മേൽ കിടത്തിയപ്പോഴും മിണ്ടിയില്ല. പക്ഷെ കത്തിയെടുക്കുന്ന നോക്കിയിരിക്കും. നിന്റെ അഭിഷേകം കത്തിയുടെ അനുഭവത്തിലേക്ക് വരും. ചില കത്തിയുടെ അനുഭവത്തിലേക്ക് അടുത്ത പ്രശ്നം നിന്റെ തലമേൽ വരും. നിന്റെ പ്രശ്നം എവിടെയാ? തലയ്ക്കുമേൽ. അബ്രഹാം തന്റെ മകനെ അറുക്കുവാൻ വേണ്ടി കത്തിയെടുത്തു. ഇങ്ങനെ ഉയർത്തുന്ന സമയം, അമേ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമല്ല. അവിടെ നോക്കിയാണ് ദൈവം തരുന്നത്. ദൈവത്തിന് കൊടുക്കുവാനുള്ള മനസ്സ് ആര് കാണിച്ചു? അബ്രഹാം കാണിച്ചു. ദൈവം തന്നാൽ ദൈവത്തിന് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം. ദൈവം ഒരു അനുഗ്രഹം തന്നാൽ അവിടെ കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം.
അല്ലെങ്കിൽ ദൈവം തന്നതാണെന്നുള്ള ആത്മഭാരം എല്ലാവർക്കും ഉണ്ടാവണം. ഒരു അനുഗ്രഹം കിട്ടിയാൽ എൻ്റെ എന്ന് പറയുവാൻ നിങ്ങൾക്ക് ജീവിച്ചിരിക്കുക മാത്രമേ എൻ്റെ എന്ന് പറയാൻ പറ്റൂ. അല്ലേ? നിങ്ങളെ കൂടെ നിൽക്കുമ്പോൾ വേണമെങ്കിൽ എൻ്റെ എന്ന് പറയാം. നിങ്ങളെ കൂട്ടം തെറ്റ് പറയും, വേറെ പറയും, അത് എൻ്റെ ആണെന്ന് പറയും. മാറ്റി മാറ്റി എൻ്റെ എന്ന് പറയുമ്പോൾ അതൊക്കെ താൽക്കാലികമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക്, അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ആമേ അവിടെ ദൈവം പ്രവൃത്തിക്ക് വേണ്ടി അബ്രഹാം വിശ്വാസത്തോടെ നിന്നുകൊണ്ട് തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കത്തിയെടുത്ത് കത്തിയെടുത്ത് കയ്യിൽ കൊടുക്കാനല്ല, കത്തിയെടുത്ത് അറുക്കുവാനും ബലി കൊടുക്കുവാനാണ്. മകന്റെ കയ്യിൽ കത്തിയെടുത്ത് കൊടുക്കാനല്ല എടുത്തത്. തൻ്റെ കത്തിയെടുത്തു ഉയർത്തുന്ന സമയം ആ കത്തിയുടെ കത്തിയുടെ മൊന ഉയർത്തി കഴിഞ്ഞാൽ അടുത്ത് വെട്ടുപിഴും. സ്വന്തം മകനെ പിളർക്കുന്ന അനുഭവത്തിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? കത്തി മുനയുടെ അനുഭവത്തിൽ നിൽക്കുന്ന കുടുംബങ്ങളെ, മകനെ കുറിച്ച് കത്തിയുടെ അനുഭവത്തിൽ നിൽക്കുന്നവരെ, ഈ ഭാരത്തോടെ നിൽക്കുന്നവരെ ദൈവാത്മാവ് സംസാരിക്കുന്നു. അങ്ങനെ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് ഒരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ഇത് വരുമ്പോൾ മക്കളെ കുറിച്ച് കത്തിയുടെ മുനയിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഉള്ളവർക്ക് വേണ്ടി ദൈവാത്മാവ് പറയുന്നു, ഈ വചനം കേൾക്കുന്നവർക്ക് വലിയൊരു വിടുതലായി തീരാൻ പോവുകയാണ്. ചില കുടുംബത്തിനകത്ത് കത്തിയുടെ മുനയിൽ നിൽക്കുന്ന, കുടുംബ സമാധാനമില്ലാതെ അസമാധാനം അനുഭവിക്കുന്ന ചില വ്യക്തികളെ നോക്കി പറയുന്നു, ദൈവം അതിൻ്റെ മേലൊരു വിടുതൽ വരാൻ പോവുകയാണ്. അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്നും അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. കത്തി എടുത്തില്ല, അറുക്കാൻ വേണ്ടി ഉയർത്തുന്ന സമയത്ത് ദൈവം ഇടപെട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിഷയം, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ മക്കളെ, ചാനലിലൂടെയും എന്നിലൂടെ കേൾക്കുന്ന ദൈവ മക്കൾ, നിങ്ങളുടെ വിഷയം അങ്ങനെയാ. അതുവരെ ക്ഷമയോടെ നിൽക്കുമെങ്കിൽ ചില ദൈവ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്. ചില ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. കാരണം എന്താണ്? നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ അനുഭവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നഷ്ടപ്പെടും. എൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടും, കിട്ടത്തില്ല എന്ന് പറഞ്ഞ് അവസാനം വരെയും നിൽക്കുന്ന സമയത്താ കുഞ്ഞിൻ്റെ മേൽ കത്തി വീഴുമെന്ന് കണ്ടപ്പോഴാ സ്വർഗം ഇടപെട്ടത്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് മേൽ മറുപടി വരാൻ പോവുകയാണ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് മേൽ മറുപടി വരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തല താഴ്ന്ന്, പക്ഷെ നിലത്ത് വരാൻ താമസിക്കത്തില്ല. ഈ ദൈവത്തിൽ വന്നാലേ നിന്റെ തല തറയിൽ തൊടാൻ അതിനുമ്പേ ദൈവം പ്രവർത്തിക്കും. തല കുനിഞ്ഞ് താഴ്ന്ന് വന്ന് നിലത്ത് തൊടുന്നുമ്പേ ദൈവം അവിടെ നിന്ന് ഉയർത്താൻ പോവുകയാണ്. ദൈവം അവിടെ നിന്ന് നിങ്ങളുടെ തല താഴ്ന്ന് നിലത്തൊടുന്നുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോ, ശക്തിയോടെ മഹത്വം കൊടുത്തോ. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. കത്തി എടുക്കുമ്പോ പിന്നെ കണ്ണ് അടച്ചുള്ള പരിപാടിയാണ്. ചില കോഴിയൊക്കെ വെട്ടുന്നുണ്ടല്ലേ, അവര് പിന്നെ വെള്ളം കൊടുക്കണം, കോഴിയെ ഒറ്റ വെട്ട്, പിന്നെ തിരിഞ്ഞും വരുന്നില്ല, വെട്ട്. ഈ വെട്ടാൻ നിൽക്കുന്നവൻ വേറെ നോക്കാറില്ല. അവന്റെ ജോലി വെട്ടുക തന്നെയാണ്, കത്തിയെടുത്താൽ വെട്ടുക തന്നെയാണ്. പക്ഷേ ആ നടുവിലും പതറിപ്പോവാത്ത അബ്രഹാമിനെ ഒന്ന് കാണണം. ആ നടുവിൽ സ്വന്തം മകനെ ബലി കൊടുക്കാൻ വേണ്ടി സ്വന്തം കൈ, എന്തുമാത്രം നമ്മുടെ കൈയാണെങ്കിലോ നല്ല വിറയിലായിരിക്കും. വിറയ്ക്കോ? കത്തി എടുത്തിട്ടല്ലേ നമ്മൾക്ക് എടുക്കാനുള്ള മനസ്സില്ല. മനസ്സേ വിറച്ചു കഴിഞ്ഞാൽ കൈയും വിറച്ചു പോകും. പക്ഷെ ദൈവത്തിൻ്റെ സ്ഥലം അബ്രഹാം അത്രയും ഒരു വിശ്വാസം വലുതായിരുന്നു. കാര്യം എന്തെന്നറിയാമോ? ഞാൻ ഒന്ന് പറയട്ടെ, ദൈവത്തിന് വേണ്ടി ബലി കൊടുത്താൽ ഒരു ഇസാക്കിനെ കൊടുത്താൽ 9 ഇസാക്കിനെ ദൈവത്തിന് കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാമിന് വിശ്വാസമുണ്ട്. ദൈവം വാർദ്ധക്യ കാലത്തിന് കുഞ്ഞിനെ തന്നു, അതിനെ ബലി കൊടുത്താൽ, ദൈവം തന്ന് എൻ്റെ കയ്യിൽ കൊടുത്താൽ, പക്ഷെ എനിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്താൽ തിരിച്ച് 9 കുഞ്ഞിനെ ദൈവം തരുമെന്നുള്ള വാക്തത്വം ആത്മഭാരം ആർക്കുണ്ടായി? ദൈവത്തിന്. അബ്രഹാമിനുണ്ടായി. ദൈവത്തിലുള്ള വിശ്വാസം അബ്രഹാമിന് വലുതായിരുന്നു. നിങ്ങളെ പോലെ എന്നെ പോലെ ചെറിയ വിശ്വാസമൊന്നുമല്ല, നമ്മളെക്കാട്ടി അപ്പുറമായൊരു വിശ്വാസമായിരുന്നു.
ഒരു കുഞ്ഞിനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ഒന്ന് ദൈവത്തിന് വേണ്ടി ബലി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അവിടെ നിന്ന് മടങ്ങുമ്പോൾ 9 കുഞ്ഞുമായിട്ട് ഞാൻ മടങ്ങും. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ ഞാൻ മോറിയമല ബലി കൊടുത്താൽ അബ്രഹാമിനെ അറിയാം, ഞാൻ 9 കുഞ്ഞുമായിട്ട് എൻ്റെ വീട്ടിൽ പോകും. അതുകൊണ്ടാ ബാല്യക്കാരോട് അബ്രഹാം പറഞ്ഞത്, ഞാനും ബാലനും പോയി ആരാധന കഴിച്ചു വരാം. പറയുന്ന വാക്ക് സൂക്ഷിച്ച് പറയണം. നിങ്ങൾ പറയുന്ന വാക്ക് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും പറഞ്ഞ് അതുപോലെ സംഭവിക്കും. അനുഗ്രഹത്തിന്റെ വാക്ക് മാത്രമേ പറയാവൂ. ദൈവമക്കളെ, നിങ്ങൾ നാളെ മുതൽ, ഇന്ന് ഈ വചനം കേട്ടിട്ട് നാളെ മുതൽ ചോദിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. ഇല്ല എന്ന് പറഞ്ഞ ഉള്ളതൂടെ പറ, ഉള്ളതൂടെ പോവും. കയ്യിൽ വെച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഉള്ളതൂടെ പോവും. കയ്യിൽ വെച്ച് തന്ന ഒരു ദൈവമുണ്ട്. നിന്റെയും എന്റെയും കയ്യിൽ വെച്ച് തന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിന് അറിയാം നിന്റെ കയ്യിൽ എത്രയാണെന്നും എന്റെ കയ്യിൽ എത്രയാണെന്നും, നിന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റ് എത്രയാണെന്നും എന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റ് എത്രയാണെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. പക്ഷെ കൂടെ ഇരിക്കുന്ന ആൾ അറിഞ്ഞൂടാ. കൂടെ നിൽക്കുന്ന അറിയാൻ പറ്റില്ല. ആ ദൈവത്തോട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ദൈവം ചോദിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പറയാണ്, അയ്യോ ഞാൻ ഇന്നലെ കഴിച്ച് 3 ദിവസം അവിടെ കഴിച്ചിട്ട്. ചിലർ പറയാണ്, എച്ചി എവിടെ പോയാലും എച്ചിയാണ്, നായ എവിടെ പോയാലും നടുക്കടലിൽ പോയാ നക്കിയേ കുടിക്കുകയുള്ളു, നടുക്കടലിൽ പോയാലും നക്കിയേ കുടിക്കുകയുള്ളു. അബ്രഹാം അങ്ങനെ ചെയ്തില്ല. ഉള്ളതിനെ ഉള്ളതെന്ന് പറയുവാൻ, ആമേ, ദൈവം തന്നതിനെ അതുപോലെ കൊടുക്കാനുള്ള മനസ്സ് വന്നു. നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പഠിക്കണം. പക്ഷെ അമിതമായി സ്നേഹിക്കരുത്. മനുഷ്യൻ ആരെയും അമിതമായി, നിങ്ങളെ കൂടെ നിൽക്കുന്നവരാരെയായാലും അമിതമായി സ്നേഹിച്ചാൽ ദൈവം അതിനെ ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ സഹിക്കത്തില്ല, നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ആമേ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ അബ്രഹാം തൻ്റെ മകനെ യാഗത്തിനു വേണ്ടി, ആമേ, യാഗം കഴിക്കാൻ കത്തിയെടുത്ത് ഉയർത്തിയ സമയത്ത് സ്വർഗം ഇടപെട്ടു. സ്വർഗം ഇടപെട്ട് പറയാ, ഇതാ അബ്രഹാമേ, അബ്രഹാമേ എന്ന് അവൻ പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ദൈവം പറഞ്ഞത് കൈവയ്ക്കാനല്ലേ? നിന്റെ കൈ കൊണ്ട് ബലി കൊടുക്കാൻ പറഞ്ഞിട്ട് ദൈവം തിരിച്ചു പറയുന്നു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. പക്ഷെ അതുവരെ പറയണമെങ്കിൽ നീ വിശ്വാസത്തോടെ പ്രവൃത്തി ചെയ്തിരിക്കണം. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, നിലവിളിക്കണം, ആരാധിക്കണം. ഹല്ലേലൂയ. കാര്യം എന്താണ്? ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യും, ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം, ദൈവം ചെയ്യേണ്ട ദൈവം ചെയ്യും. കാര്യം വിശ്വാസത്തോടെ അബ്രഹാം പതറിപ്പോകാതെ തൻ്റെ മകനെ ബലി കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് ഇപ്പോൾ പറയുന്നു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനെ തൊട്ടുപോകരുത്, അവനെ ഒന്ന് ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകന് തരുവാൻ നീ മടിക്കാതെ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു. നോക്കിക്കോളണം, അടുത്ത ദൈവം പറയണം, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കാത്തത് കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, ഉള്ള അനുഗ്രഹത്തെ ഭയപ്പെടണം. ഒരു നന്മ കിട്ടിക്കഴിഞ്ഞ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പോയി 5000-10,000 കൊടുക്കുകയാണ്, നീ ദൈവത്തിന് കൊടുത്തത് കൊണ്ട് ഭയപ്പെടണം. കാര്യം എന്താണ്? 10,000 രൂപ, ചില സാമ്പത്തിക കാര്യം തന്നെ പറയാം, നിങ്ങൾ ദൈവനാമത്തിന് 10,000 കൊടുത്തു, അല്ല 20,000 50,000 കൊടുത്തോട്ടെ, അവിടെ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയാണ്. ആത്മീയത്തിലും ഭൗതികത്തിലും ഭയപ്പെടുന്നത് കൊണ്ട് അടുത്ത അനുഗ്രഹ ലെവല് മാറാൻ പോകുകയാണ്. കൊടുക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. നീ ദൈവത്തെ ഭയപ്പെടുന്നു. ഈ ഭയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രവൃത്തി കൊണ്ട് കാണണം, പറച്ചിലല്ല. അബ്രഹാം പ്രവർത്തിച്ചു. ഈ ചെയ്യും കൊടുക്കാന്നല്ല, അബ്രഹാം കൊടുക്കുവാൻ തയ്യാറായി. കൈകൊണ്ട് കത്തിയെടുത്ത മകന്റെ മേൽ ഉയർത്തുവാൻ തയ്യാറായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഭിഷേകത്തിന്റെ മേൽ ഒന്ന് കരം ഉയർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവത്തെ നീ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടഞ്ഞ് കിടക്കുന്നത് കണ്ടു. നോക്കട്ടെ, ഈ അബ്രഹാം
ഈ മലയിൽ ചെന്ന് വിറക് അടിയപ്പോയി ആട്ടിൻകുട്ടിനെ കണ്ടോ? നിങ്ങളെ ഭൗതികമൊന്നും കാണാത്ത അനുഗ്രഹങ്ങളുണ്ട്. വിറക് അടുക്കിയപ്പോഴും മകനെ കിടത്തിയപ്പോഴും ഒന്നും കണ്ടില്ല. ദൈവം ചിലത് മറച്ചു പിടിക്കുന്നുണ്ട്. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അബ്രഹാം ഇറങ്ങും മുമ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ കുഞ്ഞിനെ ബലി കൊടുക്കണമെന്ന്. പക്ഷെ അബ്രഹാം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും മുമ്പേ ആട്ടിൻകുട്ടിയെ പിടിച്ച് അവിടെ കെട്ടി. ആട്ടിൻകുട്ടി എവിടെ ശരിയാക്കി നിർത്തി? മലയുടെ മുകളിൽ കൊണ്ട് നിർത്തി. നമ്മൾ ഇറങ്ങും മുമ്പേ അമ്മയുടെ ഉദരത്തിനകത്ത് ഈ വന്ന് പുറത്ത് വരുന്ന മുമ്പേ നമ്മുടെ അനുഗ്രഹം ദൈവം നേരത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയാ. അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവായി നീ പുറത്ത് വരുന്ന മുമ്പേ നിനക്കുള്ള എല്ലാ നന്മയും ആര് സെറ്റ് ചെയ്തു? ദൈവം സെറ്റ് ചെയ്തു. ഹല്ലേലൂയ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. നമ്മൾ ഇറങ്ങും മുമ്പേ, ഞാൻ പുറത്ത് വരുന്ന മുമ്പേ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ദൈവം എവിടെ സെറ്റ് ചെയ്ത് വെച്ചു? അത് മറവായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് എനിക്ക് എന്തൊക്കെ അനുഗ്രഹം കിട്ടാൻ പോകുന്നു? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സന്തോഷിന് എന്തൊക്കെ അനുഗ്രഹം കിട്ടാൻ പോകുന്നു? അല്ലേ? അടുത്തൊരു ഇന്നോവ കാറ്, അല്ലേ? കാർ ആഗ്രഹിക്കുന്നല്ലേ? എൻ്റെ മോന് കാറ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരുമ്പോൾ ചില മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരികയാണ്. പക്ഷെ ആ ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. അനുഗ്രഹം എന്ന് പറയുന്ന ത്യാഗമാണ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ത്യാഗം സഹിച്ചത് കൊണ്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. ഒരു ത്യാഗം സഹിക്കുക, ചുമ്മാ അനുഗ്രഹം കിട്ടത്തില്ല. ഒരു ത്യാഗം സഹിക്കണം. ഇന്ന് എവിടെ ഈ ത്യാഗം സഹിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം ഒരു നന്മ നമുക്ക് വേണ്ടി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ ആട്ടിൻകൊറ്റൻ എവിടെയാ? ദൈവം അപ്പുറത്ത് മറച്ചു പിടിച്ചിരുന്നു. അബ്രഹാമിന്റെ കണ്ണിൽ കണ്ടില്ല. എന്നാൽ ദൈവം ബാലന്റെ മേൽ കൈ തുടർന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് എന്തുണ്ടായിരുന്നു? ഒരാട്ടിൻകുറ്റൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിനക്കറിയാതെ നിനക്ക് വേണ്ടി യാഗത്തിന് വേണ്ടി, നിന്റെ മകന് വേണ്ടി യാഗത്തിന് വേണ്ടി ഒരാട്ടിൻകുറ്റനെ ദൈവം ഒരുക്കുന്നുണ്ട്. നിനക്ക് പകരമായി ഒരു യാഗത്തിന് വേണ്ടി, നിനക്കും എനിക്കും വേണ്ടി യാഗത്തിന് വേണ്ടി ആര് ഒരുങ്ങി? കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് സ്നാനല്ലേ? ഇന്ന് നമുക്ക് വേണ്ടി ഒരുങ്ങി ആരാണ് യാഗമായി തീർന്നത്? കർത്താവ് യേശു ക്രിസ്തു യാഗമായി തീർന്നു. മനസ്സിലാക്കണം. ഇന്നൊരു മകനെ യാഗത്തിന് വേണ്ടി ദൈവം ചോദിച്ചപ്പോൾ ആട്ടിൻകുട്ടി ഒരുക്കി. ഇന്ന് ലോകത്തിന്റെ മാനവരാശിയെ രക്ഷിക്കുവാൻ സ്വർഗത്തിൽ അപ്പൻ ഇറങ്ങി വന്നു. ഇന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ക്രൂശിൽ വെച്ച്. അത് മറക്കരുത്. ആ ക്രൂശിനെ ഓർക്കണം. നിങ്ങളെ കഷ്ടതയും ക്രൂശും ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ഒന്നുമല്ല എന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ക്രൂശിനെ ഓർമ്മിക്കണം. എൻ്റെ കർത്താവ് ഇതിനെക്കാട്ടിലും വേദന സഹിച്ചു. പക്ഷെ ഇത് മനസ്സിലാക്കാത്തവർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഹോസ്പിറ്റലൊക്കെ ഒന്ന് സന്ദർശിക്കണം. മറ്റുള്ളവരുടെ വേദനകൾ അനുഭവിക്കുമ്പോൾ ആ വേദനയും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പറയും, ഞങ്ങൾക്കൊരു വേദനയേ അല്ല. ആണോ? പ്രയാസമാണോ? നമ്മൾ അനുഭവിക്കുന്ന ചെറിയ പ്രയാസത്തെ നമ്മൾ എന്തായിട്ട് കാണും? വലിയ പ്രശ്നമായിട്ട് കാണും. അബ്രഹാമിൻ്റെ പ്രശ്നം വലുതായിട്ട് കണ്ടില്ല. അബ്രഹാമിൻ്റെ പ്രശ്നത്തെ ദൈവമായി കണ്ടു. നിങ്ങളുടെ പ്രശ്നത്തെ ദൈവമായി കാണണം. എൻ്റെ പ്രശ്നം എനിക്ക് വന്ന് എൻ്റെ ദൈവം ഡീൽ ചെയ്യും. മനസ്സിലാവും? എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ ദൈവം അറിയാതെ വരത്തില്ല. എൻ്റെ പ്രശ്നത്തെ ഡീൽ ചെയ്യുക എൻ്റെ ദൈവത്തിന് അറിയാം. എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ട് മാറി തന്നെ ദൈവത്തിന് പറ്റും. അതിന് ഒരുങ്ങി, അതിനു വേണ്ടി നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങണം. ആ കൃപയിൽ ഇറങ്ങണം. ചുമ്മാനൊന്നും കിട്ടത്തില്ല. അത്രത്തോളം ത്യാഗം സഹിക്കേണ്ടി വരും. അത്രത്തോളം വേദന സഹിക്കേണ്ടി വരും. എനിക്കൊരു വേദന വന്നാൽ എൻ്റെ വേദന മാറ്റിത്തരാൻ ആർക്ക് പറ്റും? എൻ്റെ കർത്താവിന് പറ്റും. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അടുത്തുള്ളവർ പറയും ഇന്ന രോഗമാണ്, അതാണ്, അതും ഇതും പറഞ്ഞ് ശ്രദ്ധ കൊടുക്കാതെ ആ വേദന നടുവിൽ നിന്റെ വലത്തെ കൈവച്ചിട്ട് പറ, ഇവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ മാറ്റിത്തരാൻ എൻ്റെ ദൈവത്തിന് പറ്റും. നിന്റെ ഇടം കൈയിലോ വലം കൈയിലോ. അതാണ് നിനവെക്കുറിച്ച് ദൈവം പറഞ്ഞു, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ജനം. നിന്റെ ഇടത്തെ കൈ പ്രശ്നം വന്നാലും വലത്തെ കൈ പ്രശ്നം വന്നാലും ദൈവത്തിന് മാറ്റാൻ പറ്റും. കുഞ്ഞേ, നീ അത്രത്തോളം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിനക്ക് വേണ്ടി ആട്ടിൻകുറ്റനെ ഒരുക്കുന്നുണ്ട്.
ആമേ നിന്റെ മകന് വേണ്ടി ദൈവം പിന്മറത്ത് ആമേ മറച്ചു പിടിക്കുന്ന കൊമ്പ് നിനക്ക് വേണ്ടി ഉടക്കിക്കുന്ന ആരാ കൊണ്ട് കെട്ടിയത്? അല്ലേ, ഒരു ആട്ടിൻകുട്ടി ആരാ കൊണ്ട് അവിടെ കെട്ടിയത്? നീ ഇറങ്ങുന്ന മുമ്പേ ദൈവം സെറ്റ് ചെയ്തു. നീ ഇറങ്ങുന്ന നിനക്ക് വേണ്ടി ദൈവ ചിലർക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2024 അവസാനിക്കുന്ന മുമ്പേ നിനക്ക് വേണ്ടി ചില ദൈവം സെറ്റ് ചെയ്യുന്നുണ്ട്. മറക്കരുത്, ദൈവം നിനക്ക് വേണ്ടി നന്മകൾ ഒരുക്കുന്നുണ്ട്. ചിലർ പറയും ഇപ്പൊ ശരിയാക്കാം, അല്ലേ? ചില വ്യക്തികളെ നോക്കി പറയും നിന്നെ തട്ടിക്കളയും. ചിലർ ഇപ്പൊ കൊല്ലും. പറയുന്നടുത്ത് തന്നെ അവിടെ പ്രവൃത്തി വരത്തില്ല. ദൈവം മറ്റൊരു രീതിയിൽ ക്രമീകരണം ചെയ്യുന്നുണ്ട്. പറയുന്നടുത്ത് വേറൊരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. കാരണം നീ അവിടെ ഭാരപ്പെടരുത്. നിങ്ങളെക്കുറിച്ചൊരു വേദനയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഭാരപ്പെടരുത്. ഒരു ഡോക്ടർ നിങ്ങളെക്കുറിച്ച് പറയുകയാണ് ജീവിതകാലം മുഴുവനും ഗുളിക തിന്നണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം വരുമോ സന്തോഷം വരുമോ? സന്തോഷമുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞേ. ജീവിതകാലം മുഴുവനും ഈ ഗുളിക കഴിക്കണം. ഏത് ഗുളിക? ഇത്രയും നീളമുള്ള ഗുളിക, റോക്കറ്റ് ഗുളിക. ഇത് കഴിക്കണമെന്ന് ഡോക്ടർ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പള്ളിയിൽ നിന്ന് പറയണം പാസ്റ്ററെ എനിക്ക് സെഞ്ചുറി അടിച്ചു. എന്താ സിസ്റ്ററെ? ഡോക്ടർ പറഞ്ഞു എനിക്ക് എല്ലാ ദിവസവും ഗുളിക കഴിക്കാമല്ലോ. എന്തൊരു സന്തോഷം! പാസ്റ്റർ എന്നും പ്രാർത്ഥിച്ചോളാം ഇത് മുടങ്ങാതെ കഴിക്കാൻ. എന്തൊരു സന്തോഷം! വലിയ റോക്കറ്റ് ഗുളിക. അതിനെന്തൊരു പറയുന്ന ഗുളിക പേരുണ്ടല്ലോ, ക്യാപ്സ്യൂള്. അതിനെ റോക്കറ്റ് ഗുളിക എന്നാണ് ഞാൻ പറയണത്. ഇത് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഡോക്ടർ പറഞ്ഞു എല്ലാ ദിവസവും ഇത് കഴിക്കണമെന്ന്. പക്ഷേ ദൈവം പറയുന്നു ഞാൻ അതിനെ മാറ്റാൻ പോവുകയാണ്. നിന്റെ വിഷയത്തെ ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇങ്ങനെ ഇടപെടുന്ന ദൈവ പൈതലോട് ആത്മാ പറയുന്നു. ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവ് ആരോട്? നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മെഡിസിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ദൈവാത്മാവോട് ഇരിക്കുന്ന വ്യക്തിയോട് ആത്മ പറയുന്നു. അങ്ങനെ ഗുളിക കഴിക്കുന്ന വ്യക്തികളോട് ആത്മ പറയുന്നു ഇന്ന് മുതൽ അതിന്റെ മേൽ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. അതിന്റെ മേൽ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. അതിന്റെ മേൽ വിടുതൽ സംഭവിക്കാൻ കരമടിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ മഹത്വം കൊടുത്തോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അടുത്ത് ദൈവം മകന് വേണ്ടി ആട്ടിൻകുട്ടി അവിടെ ഒരുക്കി. ആ ആട്ടിൻകുട്ടി എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ടുവന്ന് അവരെന്ത് യാഗം മകന് വേണ്ടി. ഇപ്പൊ ആരാ യാഗമായി തീർന്നത്? ആട്ടിൻകുട്ടി. ഒരു മകന് വേണ്ടി ആട്ടിൻകുട്ടി കരുതുന്ന ദൈവം കരുതുന്ന ദൈവമാണ്. ആ സമയത്ത് അവർ അവിടെ ബലി കൊടുത്തു. വായിച്ചോ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോ പിൻപുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഹല്ലേലൂയ. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ യിരേ എന്ന് പേരിട്ടു. ആ ബലി കൊടുത്ത സ്ഥലത്തിന് മറക്കാൻ പറ്റത്തില്ല. യഹോവ യിരേ, അതിനുള്ള അർത്ഥം ദൈവം ഈ പർവ്വതത്തിൽ ഉണ്ട്. യഹോവ യിരേ. നിങ്ങൾ പോകുമ്പോ യാത്ര ചെയ്യുമ്പോ യഹോവ യിരേ എന്റെ കൂടെ ഉണ്ട്. യഹോവ യിരേ. യാത്ര ചെയ്യുമ്പോ യഹോവ യിരേ, ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ സ്ഥലത്ത് ദൈവമുണ്ട്. യഹോവ യിരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്നും അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത് നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ മടിക്കാത്തത് കൊണ്ട്, ദൈവത്തിന് കൊടുക്കുവാൻ മടിക്കരുത്.
മടിച്ച് മടിച്ച് കൊടുത്ത അനുഗ്രഹം മടിച്ച് മടിച്ചേ വരുള്ളൂ. ഉത്സാഹത്തോടെ കൊടുത്താൽ ഉത്സാഹത്തോടെ വരും. സൂപ്പർ ഫാസ്റ്റിൽ കൊടുത്താൽ സൂപ്പർ ഫാസ്റ്റായിട്ട് വരും. അപ്പോൾ അതിനായിട്ട് എക്സ്പ്രസ് ആയിട്ട് വന്നാൽ ആവേശത്തോടെ നീ ദാഹത്തോടെ കൊടുത്തത് കൊണ്ടും മടിക്കാത്തത് കൊണ്ടും ഒരു അനുഗ്രഹം ദൈവം പറഞ്ഞ കാര്യം മടിക്കാതെ ചെയ്തത് കൊണ്ട് തൻ്റെ മകനെ കൊടുക്കുവാൻ തയ്യാറായത് കൊണ്ട് അടുത്ത വാക്തത്വം ദൈവം പറയുകയാണ്. എന്താ? വായിച്ചോ. ആ സ്ഥലത്തിന് നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഐശ്വര്യമായി നോക്കിക്കോളാം. ദൈവം പറഞ്ഞു ഞാൻ നിന്നെ അടുത്ത് അനുഗ്രഹിക്കാൻ, ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാൻ പോകുന്നു. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ തന്നെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദൈവത്തിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ശത്രുക്കളുടെ പട്ടണം പിടിച്ചെടുക്കും. ഒരു വ്യക്തി ഒരു കുടുംബത്തിനകത്തൊരു അനുഗ്രഹം ചെയ്താൽ നിങ്ങളെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. ആ ദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. കാര്യം എന്താണ്? ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഐശ്വര്യമായി ദൈവം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ വർഷത്തിലെ വാഗ്ദത്ത വചനം. യെശയ്യാവ് 9:3 നീ വർദ്ധിച്ചില്ലാതെ വർദ്ധിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുമ്പോൾ വാഗ്ദത്ത വചനത്തിലേക്ക് വന്നിരിക്കുന്നു. നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവത്തിന് വേണ്ടി ആരാധന പൂർണ്ണമായി കൊടുക്കുക. ദൈവത്തിന് വേണ്ടി സന്തോഷത്തോടെ കൊടുക്കുക. ഭവനത്തിൽ മടിച്ചിരിക്കരുത്. വിശുദ്ധ ദിവസം ഭവനത്തിനകത്ത് ഇരിക്കരുത്. ആരാധന നഷ്ടപ്പെടുത്തരുത്. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആരാധനയ്ക്ക് പോകണം. ദൈവം പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണം. മറ്റുള്ള മനുഷ്യരുടെ വാക്ക് കേൾക്കരുത്. നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്ന മാനുഷ്യമായ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് പരാജയം വരും. ദൈവവും നിങ്ങളും തമ്മിലുള്ള ഉറച്ച ഒരു മനസ്സിനകത്ത് എടുക്കണം. ബന്ധുക്കളെ, നാട്ടുകാരെ, ചേർച്ചക്കാരെ നോക്കിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, നിന്നെ തന്നെയാണ്. ഹല്ലേലൂയ. ദൈവം എന്നെ തന്നെയാണ്. ദൈവ പൈതലേ, നിന്നെ നോക്കിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിന്റെ ഭാര്യയോട് ചോദിച്ചില്ല, മറ്റാരോട് ചോദിച്ചില്ല, അബ്രഹാമിനെ നേരിട്ട് വിളിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ പദ്ധതി ചെയ്യുക, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കടന്നു വരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഐശ്വര്യമായ അനുഗ്രഹം ഈ വർഷം നിങ്ങൾക്ക് വരുന്നു. ഈ മാസം ഐശ്വര്യമായ അനുഗ്രഹം നിങ്ങളുടെ മടിയിലേക്ക് ദൈവം തരാൻ പോവുകയാണ്. ഐശ്വര്യമായ അനുഗ്രഹം നിങ്ങളുടെ മടിയിലേക്ക് വരാൻ പോവുകയാണ്. ഐശ്വര്യമായി ദൈവത്തിന് കൊടുത്ത മുഖാന്തരം ഐശ്വര്യമായ അനുഗ്രഹം നിങ്ങളുടെ നന്മ ദൈവം തരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാണ്. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ദൈവം അനുഗ്രഹിച്ചനായി സ്തോത്രം കർത്താവേ. ദൈവശക്തമായി ഇടപെട്ടനായി സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്റെ ഏകജാതന മകനെ ദൈവത്തിന് വേണ്ടി കൊടുത്ത മുഖാന്തരം ഒരു ഐശ്വര്യമായ അനുഗ്രഹം പിടിച്ചെടുത്തതുപോലെ തന്റെ മക്കൾ കർത്താവേ, ഈ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ സകലവർക്കും ദൈവത്തിന് വേണ്ടി ദൈവമേ തന്നെ സമർപ്പിച്ചു കൊടുത്ത്, പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് ഇഷ്ടം ചെയ്യുമ്പോൾ ഐശ്വര്യമായ അനുഗ്രഹം തന്റെ തലമുറമേൽ, കുടുംബത്തിന് മേൽ വന്ന് സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറണം. പുതിയ ആഴ്ച പുതിയ അനുഗ്രഹത്തോടെ കയറുവാൻ സകലരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ശബ്ദം കേൾക്കുന്ന സകലവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുമാറാകണം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.